ഓക്കെ, ഹലോ മക്കളെ എല്ലാ മക്കൾക്കും ഏഗന്റെ ഇന്നത്തെ തെർമോഡൈനാമിക്സ് പറയുന്ന ലൈവിലോട്ട് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ചാറ്റ് ബോക്സിൽ വരിക. നമ്മൾ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് ഫ്രൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വിളമ്പി തരാം. ഒരു പേടിയും വേണ്ട. ഈ വരുന്ന എക്സാമിന് ഈ ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈവ് ഓർക്കും, നമ്മളെ സ്ഥാപനം നിങ്ങൾ ഓർക്കും, ഈ സമയം നിങ്ങൾ ഓർക്കും. നിങ്ങളെ ലൈഫിലെ ഏറ്റവും വലിയ, നിങ്ങളെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് ആയിരിക്കും ഈ ഒരു സമയം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും ലൈവിലോട്ട് വരിക. യെസ് 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 ഓക്കെ ഓക്കെ. ഒന്ന് കമന്റ് ഇടോ ലൈവില്, ഒന്ന് കമന്റ് ഇടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കമന്റ് ഇടോ എല്ലാവരും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, തെർമോഡൈനാമിക്സ് പ്ലസ് വണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഒന്ന് കമന്റ് ഇടുക. ചാറ്റ് ബോക്സ് ഓൺ ആവാ. ഓക്കെ ഓക്കെ, തെർമോഡൈനാമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർലി ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും, ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. തെർമോഡൈനാമിക്സ് ഒന്ന് കമന്റ് ചെയ്യോ? ഓക്കെ, തെർമോസ് മീൻസ് ഹീറ്റ് എന്നാണ്. തെർമോ മീൻസ് ഹീറ്റ്, ഡൈനാമിക്സ് മീൻസ് ഫ്ലോ. മക്കൾ, തെർമോഡൈനാമിക്സ് ഓക്കെ റെഡിയാണോ? കാണുന്നുണ്ടോ ഇല്ല എന്നുള്ള അറിയാം. എന്താ ഓടെ തെർമോ ഓനോടെ ഹലോ തെർമോഡൈനാമിക്സ്. ഓക്കെ, ഡെഫിനിഷൻ. എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഇൻ വേരിയസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്, ഇൻ വേരിയസ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷനിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. കാരണം റിയാക്റ്റന്റുകൾ പ്രൊഡക്റ്റായി മാറുന്ന പ്രോസസ് അല്ലേ നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്റ്റന്റുകൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും, ബോണ്ടുകൾ ഫോം ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒന്നും നോട്ട് ചെയ്തേണ്ട കാര്യം ഞാൻ പറയാം. എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ബോണ്ട്സ്, എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പൊ എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ മക്കൾ, ധൈര്യമായിട്ട് നിങ്ങൾ ഒരു പേനയും പേപ്പറും വെച്ച് നിങ്ങൾ ക്ലാസ്സിലിരിക്കുക. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യവും ഈ ലൈവിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനർജി ട്രാൻസ്ഫോർമേഷൻ. ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ്. എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒന്ന് മെസ്സേജ് വിടും. എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ്. എന്താണ് സിസ്റ്റം? സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ അവർ ഒബ്സർവേഷൻ അല്ലേ? എന്താ സറൗണ്ടിങ്? സറൗണ്ടിങ് ഈസ് എനിത്തിങ് അതർ ദാൻ സിസ്റ്റം. ഓക്കെ, പരീക്ഷയ്ക്ക് പൊളിക്കണ്ടേ? റെഡിയായി നിന്നോ? ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തോ? ആരെങ്കിലും ഷെയർ ചെയ്താൽ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷെയർ ചെയ്തോ. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാർക്ക് വാങ്ങി വരുന്ന ഈ എക്സാമിന് നമുക്ക് മുമ്പിലെത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം മക്കള്? വരുന്ന പബ്ലിക് എക്സാമിൽ നമുക്ക് പൊളിക്കണം. സിസ്റ്റം സറൗണ്ടിങ്. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ അത് സിസ്റ്റമാണ്. നാം എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു അതെല്ലാം സിസ്റ്റമാണ്. ഓക്കെ, നമുക്ക് വലിയ വലിയ കോൺസെപ്റ്റിലേക്ക് പോകാം. നോക്കൂ, ഈ ഗ്ലാസും വെള്ളവുമാണ് സിസ്റ്റം എങ്കിൽ മക്കൾ, ഈ ഗ്ലാസും വെള്ളവുമാണ് സിസ്റ്റം എങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു ഏരിയ അല്ല നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു നൈബർഹുഡ് റീജിയൻ ആണ് സറൗണ്ടിങ്. അപ്പൊ ആ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും വേർതിരിക്കുന്ന ഒരു ബാരിയർ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? യെസ്, ആ ഗ്ലാസ് ആണ് മക്കളെ, ഗ്ലാസ് ആണ്. അപ്പൊ ആ ഗ്ലാസിനാണ് ബൗണ്ടറി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ത്? ബൗണ്ടറി ഓഫ് എ സിസ്റ്റം. അപ്പൊ എന്നോട് ക്ലാസ്സിന് ഒരു കുട്ടി ചോദിച്ചു, സാറേ കുട്ടി, അപ്പൊ സാറേ അപ്പം കുട്ടി
ഗ്ലാസ് എന്ന് ഒരു കുട്ടി ചോദിച്ചു. ആ ഗ്ലാസ് ആണ് ബൗണ്ടറി എങ്കിൽ അതിന്റെ മുകൾ ഭാഗത്തെ വെള്ളത്തിന് ആ ഗ്ലാസ് അവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ഗ്ലാസ് ഇല്ലല്ലോ, അപ്പൊ ബൗണ്ടറി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരിക്കലുമല്ല. അവിടുത്തെ ബൗണ്ടറി ഇമാജിനറി ആണ്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ, ബൗണ്ടറി ഈസ് ദ റിയൽ ഓർ ഇമാജിനറി ബാരിയർ. യെസ് 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 പൊളിക്ക് കമന്റ് ബോക്സിൽ ഇടൂ. അടിപൊളിയായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ബൗണ്ടറി ഈസ് ദ റിയൽ ഓർ ഇമാജിനറി ബാരിയർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, ഇതാ വരുന്നുണ്ട് തീർത്ത, അതേപോലെ തീർത്ത KV RK ക്ലാസ്സസ് ബ്രില്യന്റ് ഓക്കെ, ബ്രില്യന്റ് ബാച്ച് IIT ആൻഡ് ടാലന്റ് MES പട്ടാമ്പിയിലെ കുട്ടികൾ ഓഫീസർ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. വൈഷ്ണവ് സുരേഷ്, ശ്രീരാഗ് സുധീഷൻ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അവസാന സമയം വരെ മക്കൾ എൻ്റെ കൂടെ വേണം. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പാട്ട് പാടി കോൺസെപ്റ്റ് പഠിക്കും, ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംശയം വേണ്ട. രസകരമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ലാസ്റ്റ് സമയം വരെ ഈ ലൈവ് ചാറ്റ് നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ ഓഫ് ആക്കുന്ന സമയം വരെ എൻഡ് പോയിന്റ് വരെ എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ മക്കള് എൻ്റെ കൂടെ വേണം. എൻ്റെ കൂടെ വേണം. നിങ്ങൾക്ക് മാർക്ക് ഞാൻ വാങ്ങിത്തരാം, എയ്ഗൺ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, നമുക്കറിയാം ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കടത്തിവിടാത്ത ബൗണ്ടറിയാണ് അഡയാബാറ്റിക്. അപ്പൊ അഡയാബാറ്റിക് നോൺ കണ്ടക്റ്റിംഗ് ആണ് മക്കളെ. അഡയാബാറ്റിക് എന്താണ്? ഒന്ന് പറഞ്ഞ് ആ പോയിന്റ് നോട്ട് ചെയ്തോളൂ. അഡയാബാറ്റിക് നോൺ കണ്ടക്റ്റിംഗ് ആണ്. എന്നാൽ ഡയാതെർമിക് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ആണ്. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ബോർഡ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം ബേസ്ഡ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. തുറന്ന പാത്രത്തിൽ ചുടുവെള്ളം വെച്ചാൽ മക്കളെ, തുറന്ന പാത്രത്തിൽ ചുടുവെള്ളം വെച്ചാൽ ചൂടാറോ ഇല്ലേ? ഒന്ന് യെസ് യെസ് നോ നോ എന്തെങ്കിലും ഒന്ന് വിട്ട്. തുറന്ന പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചാൽ ചൂടാറോ ഇല്ലേ? ചൂടാറും. എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. അത്തരം സിസ്റ്റമാണ് ഓപ്പൺ സിസ്റ്റം. എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. പരീക്ഷയ്ക്ക് എന്താ ഓപ്പൺ സിസ്റ്റം ചോദിച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് എനർജി ആൻഡ് മാറ്റർ എന്ന് എഴുതി കൊടുക്കുക. ക്ലോസ്ഡ് സിസ്റ്റം, ഒരു ചൂടുള്ള വെള്ളം നമ്മൾ മൂടി വെച്ചാൽ ചൂടാറോ ഇല്ലേ? യെസ്, ചൂടാറും. പക്ഷെ അതിന് മാറ്റർ പുറത്തോട്ട് എക്സ്ചേഞ്ച് ചെയ്യോ? ഇല്ല. അപ്പൊ എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യൂല. അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. പരീക്ഷ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്താം. ഐസൊലേറ്റഡ് സിസ്റ്റം, എനർജിയും എക്സ്ചേഞ്ച് ചെയ്യൂല, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യൂല. അപ്പൊ എന്റെ മക്കൾക്ക് പരീക്ഷക്കെങ്ങാനും ഈ കോൺസെപ്റ്റ് ചോദിച്ചാൽ ഇത് എഴുതാതെ എന്റെ മക്കൾ പോവരുത്. ഇത്രയ്ക്കും റിസ്ക് എടുത്ത് നിങ്ങൾ ലൈവിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മക്കൾ നിർബന്ധമായിട്ട് നിങ്ങൾ സജീവമായിട്ട് ഉണ്ടാവണം. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദി എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യൂല. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യൂല. ഫ്ലാസ്കിലെ വെള്ളം ചൂടാറില്ല. ഫ്ലാസ്കിൽ ഐസ് ഇട്ടാൽ അത് ഉരുകിപ്പോവില്ല. അപ്പൊ അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, അതിന് മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചാൽ മക്കൾ നോക്കൂ. യെസ്, ഫ്ലൈയിങ് ബേർഡ്, പറക്കുന്ന പക്ഷി എന്ത് സിസ്റ്റം മക്കളെ? യെസ്, പറക്കുന്ന പക്ഷി എന്ത് സിസ്റ്റം? യെസ്, പറക്കുന്ന പക്ഷി എനർജി എക്സ്ചേഞ്ച് ചെയ്യും. പറക്കുന്ന പക്ഷി ക്ഷീണിക്കും. പറക്കുന്ന പക്ഷി മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യൂലേ? പറക്കുന്ന പക്ഷി മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യൂലേ? എടാ, പറക്കുന്ന പക്ഷി ശ്വസിക്കുന്നില്ലേ? അത് മാറ്ററാണ്. നല്ല ചിന്തയാണ് വേണ്ടത്. ചില ആൾക്കാർക്ക് പറക്കുമ്പം ചെയ്യുമെന്നായിരിക്കും. ഫ്ലൈയിങ് ബേർഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. കണ്ടോ, നമ്മൾ മനുഷ്യന്മാര്, ഇത് ബേർഡ്, ഇത് കോഴിയല്ലട്ടാ, വേണ്ടട്ടാ, ഹ്യൂമൻ ബീങ്സ്, നമ്മളൊക്കെ ഓപ്പൺ സിസ്റ്റം. നമ്മൾ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. നമ്മൾ ക്ഷീണിക്കും, നമ്മൾ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യും. നമ്മൾ ഇന്ന് രാവിലെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. എടാ, രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലേന്ന്. നല്ല ചിന്തയാണ് കേട്ടോ എയ്ഗണിന്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടത്. ഓക്കെ, അതൊക്കെ ഓപ്പൺ സിസ്റ്റം ആണ്. ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് ഓപ്പൺ സിസ്റ്റം ആണ്. നോക്കൂ, ഇത് ഓപ്പൺ സിസ്റ്റം ആണ്. എനർജി മാറ്ററും, ഇത് നമ്മൾ NCERT-ലുള്ള ഒരു ഫിഗർ ആണ്. ഓപ്പൺ, ഇത് ക്ലോസ്ഡ്, ചുടുവെള്ളം മൂടി വെച്ചിരിക്കുകയാണ്. ഇതൊരു ചൂടാറാത്ത പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഐസൊലേറ്റഡ്. പിന്നെ ഒരു പക്ഷെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഉണ്ടാവും. ഇത് ട്യൂബ്ലൈറ്റ് ആണ്. ട്യൂബ്ലൈറ്റ് മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമായിരിക്കും. ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അപ്പം ബേസ്ഡ് ഓൺ ദി എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ സിസ്റ്റംസ് ക്ലാസ് 1 3 ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ്
യെസ് ആൻഡ് ഐസൊലേറ്റ് സിസ്റ്റം. അപ്പൊ ഐസൊലേറ്റ് സിസ്റ്റം ടെമ്പറേച്ചർ കടത്തിവിടൂല, എനർജി കടത്തിവിടൂല. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഐസൊലേറ്റ് സിസ്റ്റം ഹാവ് അഡയാബാറ്റിക് വാൾ. അരെ വാ 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 വാ. ഐസൊലേറ്റ് സിസ്റ്റം ഹാവ് അഡയാബാറ്റിക് വാൾ. കണ്ട കോൺസെപ്റ്റ് കിട്ടിയ കണ്ട. എവിടേക്കാ നിങ്ങൾ പോണത്? നിന്നവിടെ ലൈവിൽ നിന്നോ. അവസാന സമയം വരെ എന്റെ ചങ്കുകളായിട്ട് ലൈവിൽ നിന്നാൽ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് പാട്ട് പാടും. ഒരു വലിയ കലാകാരൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും അത്യാവശ്യം പാടും. ഓക്കെ. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ 2 ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ഒരു വലിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുമ്പോഴും ചെറിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുമ്പോഴും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നൊരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് അമ്മേഡും, ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ ഡും അമ്മേ എന്നായിരിക്കുന്നു. ഇതിപ്പോൾ തന്നെ അവിടെ പറഞ്ഞായിരിക്കും, വെറുതെ പറഞ്ഞാൽ. സ്റ്റേറ്റ് ഫംഗ്ഷനുണ്ട്, പാത്ത് ഫംഗ്ഷനുണ്ട്. അഥവാ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മുറ്റത്ത് ചിരട്ടയിൽ വെള്ളം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ചിരട്ടയിൽ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ ആ കൂടിയ വോളിയത്തിന്റെ ചേഞ്ച് നിങ്ങൾ എങ്ങനെ കാണുക? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. എങ്ങനെ കൂടി എന്ന് അറിയേണ്ട ആവശ്യമില്ല. V2 മൈനസ് V1 ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇനീഷ്യൽ വാല്യൂ ആൻഡ് ഫൈനൽ വാല്യൂ. അത്തരം സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് മക്കളെ സ്റ്റേറ്റ് ഫംഗ്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കൈ വറക്കണ്ട. എന്റെ മക്കളോട് ഞാൻ പറയുന്നു, ഈ ലൈവിൽ ഇരിക്കുന്ന ഒരു കുട്ടിയും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് വന്നാൽ നിങ്ങളെ കൈ വറക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഒരു പേടി എന്റെ മക്കൾ പഠിക്കണ്ട. നെഞ്ച് തൊട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുട്ടികളോട് എനിക്ക് അത്ര ഒരു മാനസികമായ ഇഷ്ടം എനിക്ക് ഉണ്ടെങ്കിലും ഈ ഓൺലൈനിൽ എൻ്റെ മുമ്പിൽ കണ്ണുകൊണ്ട് കാണാതെ എൻ്റെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ അവിടെ ഫോണിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഫോണിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ വലിയ മനസ്സിന് പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിറഞ്ഞ മനസ്സുമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു സംശയം വേണ്ട. നിങ്ങളോട് എനിക്ക് എന്താ പറയുക, പകരം വെക്കാനില്ലാത്തൊരു സ്നേഹം എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു സ്നേഹം എനിക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് കേട്ടോ. ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വളരെ വലിയൊരു സ്വപ്നവും ഒരു വളരെ വലിയൊരു ലോകവുമാണ്. നിങ്ങൾക്ക് പിറകോട്ട് നോക്കേണ്ടി വരില്ല. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് വേരിയബിള്, പ്രോസസ് വേരിയബിള്. Okay, അപ്പോൾ state function, these are the properties whose value do not depends upon the path. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പരീക്ഷ എഴുതി കൊടുത്താൽ മതി. മാർക്ക് തരാൻ നിർബന്ധിതരാണ് അവര്. ആരും നിങ്ങളെ പേപ്പർ വെട്ടൂല. നിങ്ങളെ പേപ്പറിൽ വെട്ട് വീഴൂല. അങ്ങനെ വെട്ടാൻ ആരും ഇവിടെ ആയിട്ടില്ല. പഠിച്ചോ? സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോവ്ഡ്. പാത്ത് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി, ഇത് പാത്ത് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടി. എല്ലാ ആഘോഷങ്ങളും എല്ലാ കളികളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് പഠിക്കാൻ വേണ്ടി ഈ ലൈവിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തളർത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും പറ്റൂല കേട്ടോ. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. പരീക്ഷ ചോദിച്ച ആൻസർ ക്ലിയർ. ഇനി എൻ്റെ മക്കൾ അറിയേണ്ട ഒരു കാര്യം, വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നില്ല, എൻ്റെ മക്കൾ അറിയേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, യു, ഇന്റേണൽ എനർജി. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി യു, ആൻഡ് എച്ച് എൻതാൽപി, എസ് എൻട്രോപ്പി, ജി ഗിബ്സ് എനർജി. എൻ്റെ മക്കൾ, പാത്ത് ഫംഗ്ഷന് 2 എക്സാമ്പിളേ ഉള്ളൂ, ഹീറ്റ് ആൻഡ് വർക്ക്. മറക്കണ്ട, പാത്ത് ഫംഗ്ഷൻ 2 എക്സാമ്പിൾ ഏതാണ് മക്കളെ? ഹീറ്റ് ആൻഡ് വർക്ക്. എന്ത് ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷൻ ആണ്. എന്നാൽ അത് രണ്ടും ആഡ് ചെയ്താൽ Q+W, ഡെൽറ്റ യു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷൻ ആണ്. പക്ഷെ Q+W എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഒരു പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബോർഡിൽ അത് കാണിക്കാം. കാരണം അത് ഡെൽറ്റ യുക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് എന്ന് മക്കൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ Q+W = ഡെൽറ്റ യു. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും പരീക്ഷ ചോദിച്ച ആൻസർ എഴുതുമല്ലോ. ഓക്കെ, പറ, എഴുതുമല്ലോ. ഓക്കെ, എല്ലാവരും വരും, എല്ലാവരും ഉണ്ട്. തസ്നീർ, CP ആൻഡ് പാർവതി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും ലൈവിൽ വളരെ ആക്റ്റീവ് ആയിട്ട് വേണം. യെസ്.
ഈ ബോർഡിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസിന്റെ നിങ്ങളെ പേപ്പറിൽ മാർക്കായിട്ട് വിധി എഴുതുമെങ്കിൽ എന്തിന് നിങ്ങൾ മടിച്ചിരിക്കണം? എന്തിന് നിങ്ങൾ ഈ സമയത്തെ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കണം? ഇത് നിങ്ങളെ സമയമാണ്. ഈ സമയം നമ്മുടേതാണ്. ഈ രണ്ട് കോൺസെപ്റ്റ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, വാ 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 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് നോട്ട് ചെയ്ത് വെച്ചോ, പരീക്ഷയ്ക്ക് വരും. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ മതി മക്കൾ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിന്റെ എക്സാമ്പിൾ നോക്കിയ മക്കള് ശരിക്കും കാണുന്നുണ്ടോ? മാസ് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്, UHSG ഹീറ്റ് കപ്പാസിറ്റി എല്ലാം എക്സ്റ്റെൻസീവ് ആണ്. എന്തുകൊണ്ട് മാസ് എക്സ്റ്റെൻസീവ് ആയി? മക്കൾ നോക്കൂ, എന്തുകൊണ്ട് മാസ് എക്സ്റ്റെൻസീവ് ആയി? ഒരു 50 കിലോ അരി അടങ്ങുന്ന ഒരു അരിച്ചാക്ക് തലയിലേറ്റി വെക്കും പോലെയാണോ ഒരു കിൻഡൽ അരി അടങ്ങുന്ന അരിച്ചാക്ക് തലയിലാണ്ട് ഏറ്റി വെച്ചാൽ? നിങ്ങൾക്ക് രണ്ടുപേരും പോലെ ആയിരിക്കും. 50 കിലോ അരി അടങ്ങുന്ന അരിച്ചാക്ക് കടയിൽ വാങ്ങി വെച്ചിരുന്ന അച്ഛൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പറഞ്ഞാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പക്വതയാർന്ന കുട്ടി അരിച്ചാക്ക് തലയിലേറ്റി വരുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക, ഓട്ടോയുടെ കാശ് ലാഭിക്കാൻ. പക്ഷെ 50 കിലോ അരിച്ചാക്ക് തലയിലാണ്ട് ഏറ്റി വെച്ചാൽ അച്ഛൻ ആംബുലൻസിന്റെ പൈസ കൂടിയാവും. അപ്പൊ അങ്ങനെ കൊണ്ടുവരണ്ട, ചാക്കിന്റെ കെട്ട് അയക്കുക, വ്യത്യസ്ത എമൗണ്ട് എടുക്കുക, അപ്പൊ വ്യത്യസ്ത മാസ് ആയിരിക്കും. എമൗണ്ട് മാറിയാ മാസ് മാറും. അതുകൊണ്ടാണ് മാസ് എക്സ്റ്റെൻസീവ് ആയത്. എമൗണ്ട് മാറിയാൽ വോളിയം മാറും, എമൗണ്ട് മാറിയാൽ ഇന്റേണൽ എനർജിയും എൻതാൽപ്പിയും എൻട്രോപ്പിയും ഗിബ്സ് എനർജിയും ഹീറ്റ് കപ്പാസിറ്റിയും എല്ലാം ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അവ എക്സ്റ്റെൻസീവ് ആയത്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് whose value depends upon quantity, amount, size of matter present in the system. Size of matter present in the system. Present in the system. Yes, അതാ നമ്മൾ ലൈവിൽ പറയുന്നു ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ സ്പോണ്ട പാട്ട് പാടെന്ന് പറയുന്നുണ്ട്. പാടിയിരിക്കും. നമ്മൾ സ്പോണ്ടേനിറ്റിയോടെ എടുത്ത ഗിബ്സ് എനർജിനോടെ വരട്ടെ, അവിടെ നമ്മൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോഞ്ച അറ്റ് ഹൈ ടി പാട്ട് പാടിയിരിക്കും. വെയിറ്റ് 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 അത് നമ്മൾ വേറെ ട്യൂണിൽ പാടുന്നുണ്ട് ഇപ്രാവശ്യം. എയ്ഗണിന് വേണ്ടിയിട്ട് വേറെ ട്യൂണിൽ പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ എമൗണ്ട്. അപ്പൊ ഇന്റൻസീവിന്റെ ഡെഫിനേഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡു നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട്. പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുക എക്സ്റ്റെൻസീവ് എന്താണ്, ഇന്റൻസീവ് എന്താണെന്ന് ചോദിക്കും. അതിന്റെ രണ്ട് എക്സാമ്പിളും ചോദിക്കും. അപ്പൊ ഇന്റൻസീവ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട്, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും ഇന്റൻസീവാ. മോളാർ മാസ് ഇന്റൻസീവ് ആണ്. വെള്ളത്തിന്റെ മോളാർ മാസ് 18 ഗ്രാം. ഒരു ബക്കറ്റ് വെള്ളമാണ്, ഒരു ഗ്ലാസ് വെള്ളമാണ്, മോളാർ മാസ് 18 തന്നെ ആയിരിക്കും. ഇന്റൻസീവ് ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇന്റൻസീവ് ആണ്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി അല്ലേ? ഒരു ഗ്ലാസ് വെള്ളമാണ്, ഒരു ബക്കറ്റ് വെള്ളമാണ്, ബോയിലിംഗ് പോയിന്റ് 100 തന്നെയാണ്. കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം ഇന്റൻസീവ് ആണ്. മൊളാരിറ്റി, ഒരു മോളാർ പഞ്ചസാര വെള്ളം കലക്കിയാൽ ഒരു ഗ്ലാസ്സിൽ മുക്കിയാലും ഒരു ബക്കറ്റിൽ മുക്കിയാലും മൊളാരിറ്റി ഒന്ന് തന്നെയാണ്. അല്ലാതെ വ്യത്യസ്ത എമൗണ്ട് എടുത്താൽ മധുരം മാറൂല. അപ്പൊ അതെല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, എന്റെ മക്കൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ? ഒരു ബോക്സ് കാണുന്നില്ലേ? ആ ബോക്സിന്റെ വോളിയം V, ടെമ്പറേച്ചർ, അതിൻ്റെ അകത്തുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ T. നാം അതിനെ നേർപകുതി കട്ട് ചെയ്താൽ വോളിയം നേർപകുതിയാകും, V/2 V/2. ടെമ്പറേച്ചറോ T തന്നെയാണ്, അല്ലാതെ ടെമ്പറേച്ചർ T/2 ആവൂല. ഇത് ആദ്യം 10 ഡിഗ്രി ഉണ്ടായിരുന്നു, നമ്മൾ നേരാണ്ട് പകുതിയാക്കിയാൽ 5 ഡിഗ്രി 5 ഡിഗ്രി അങ്ങനെ വോളിയം മാറുമോ? സോറി, ടെമ്പറേച്ചർ മാറുമോ? ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ബർത്ത്ഡേക്ക് രാവിലെ തന്നെ എണീറ്റു, അനിയനെ വിളിച്ചു, അനിയ എണീക്ക് എന്റെ ബർത്ത്ഡേ. അനിയൻ പോടാ അവിടുന്ന്. അമ്മയെ പോയി വിളിക്കുന്നു, അമ്മ എണീക്ക് എന്റെ ബർത്ത്ഡേ ആണ്. അമ്മ പോടാ അവിടുന്ന്. ഒരൊറ്റ ചവിട്ടാണ്. ആ ചവിട്ടിൽ നമ്മൾ റോട്ടുമിലെത്തി. അവിടുന്ന് എണീറ്റ് അമ്പലത്തിലെ പള്ളിയിലൊക്കെ പോയി നന്നായി പ്രാർത്ഥിച്ച് വന്ന് തിരിച്ച് അനിയനെ പോയി വിളിച്ചു, അനിയ എണീക്ക് എന്റെ ബർത്ത്ഡേ. അനിയൻ പോടാ അവിടുന്ന്. കേക്ക് ഉണ്ടാ, എവിടാ? ചാടി എണീക്കുന്നു. ആ കേക്കിന് ചുറ്റും എല്ലാവരും കൂടി നിൽക്കുന്നു. നിങ്ങൾ ആ കേക്ക് എങ്ങാനും മുറിച്ചു കൊടുക്കുമ്പോൾ ചെറിയ പീസിന് കുറച്ച് തണുപ്പ്, വലിയ പീസിന് ഭയങ്കര തണുപ്പ്, അങ്ങനെയാണോ അതിന്റെ ടെമ്പറേച്ചർ ഉണ്ടാവുക? അല്ല, എല്ലാം ഒരേ ടെമ്പറേച്ചർ നോക്കിയിട്ടല്ല പീസ് എടുക്കേണ്ടത്, മാസ് നോക്കിയിട്ടാണ് പീസ് എടുക്കേണ്ടത്, വോളിയം നോക്കിയിട്ടാണ് പീസ് എടുക്കേണ്ടത്. കുട്ടിക്കാലത്ത് എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പറ്റിക്കാൻ നോക്കിയതാ. ചെറിയ പീസ് ഇതെടുത്തത് നല്ല ചൂടുണ്ട് എന്ന് പറയും. ചൂട് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ അപ്പൊ എക്സ്റ്റെൻസീവ് എന്താണ്, ഇന്റൻസീവ് എന്താണെന്ന് മനസ്സിലായില്ല മക്കളെ? പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാ. എന്റെ മക്കൾ എയ്ഗന്റെ കൂടെ നിൽക്കും, ഷെയർ ചെയ്യേ. ഷാജിയേട്ടാ, നമ്മൾ പോലും അറിയാതെ നാം എയ്ഗൺ എന്നൊരു ടീമിൽ എത്തിയിരിക്കുന്നു. വാ,
കേട്ടാ, നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയ ഇടം അവിടെ ഇരുന്നോ, ഒരു പേടിയും പേടിക്കണ്ട. ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും എല്ലാത്തിനും വളരെ ക്രിയാത്മകമായ രീതിയിൽ ഒരു വലിയൊരു ടീം, ഒരു ടീച്ചേഴ്സിന്റെ വലിയൊരു ടീം ഇതിന്റെ പിന്നിൽ, ഈ ക്യാമറയ്ക്ക് പിന്നിലായിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമുണ്ട്. അതിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ്. ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഒന്നും ആർക്കും കൊണ്ടുപോവാനല്ല. ഒരു വിദ്യാഭ്യാസ ലോകത്ത് ഒരു വിദ്യാഭ്യാസത്തിന് പോസിറ്റീവായ ഒരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്തിയിരിക്കുന്ന ലോകം നിങ്ങൾ തന്നെ നെട്ടാൻ പോകുന്ന ഒരു ലോകമാണ്. ഓക്കെ, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബോർഡിൽ കാണിക്കുന്നു. നോക്കൂ, സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ചില പ്രോപ്പർട്ടീസുകൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. Q and W പറഞ്ഞില്ലായിരുന്നോ പ്രീവിയസ്ലി ചോദിച്ചിട്ടൊന്ന്? Q and W ആർ നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ബട്ട് Q plus W ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. വൈ? എന്തുകൊണ്ട്? ആൻസർ വളരെ കറക്റ്റ് ആണ്. ബിക്കോസ് ദ ആൻസർ ഈസ് പറ Q plus W എന്തായതുകൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയത്? പറ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എഴുതി കൊടുത്താൽ 1 മാർക്കാണ്. What do you mean by saying that pressure is an intensive property? എന്തുകൊണ്ട് പ്രഷർ ഇന്റൻസീവ് ആയി? എന്റെ മക്കൾ സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് എഴുതണം. പ്രഷർ do not depends upon the amount. When the system is divided, pressure do not change. Therefore, pressure is an intensive property. അതും ഞാൻ സമയം കളയുന്നില്ല, സിമ്പിൾ ആയിട്ട് മക്കൾക്ക് എഴുതാം. A system is thermodynamics refers to that part of universe under observation. What do you mean by an isolated system? Give an example. എന്തിന് കാത്തിരിക്കണം? പൊളിക്കണ്ടേ? പേപ്പറാണ്ട് എഴുതിട്ട് അപ്പുറണ്ട് ഓട്ടാവണം. അയാദ്യം എഴുതിയണം പരീക്ഷ ക്വസ്റ്റ്യൻ കിട്ടിയാല്. ഐസൊലേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ that system do not exchange both energy and matter between system and surrounding. Example, hot water in a thermos flask. So that answer is clear. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പറഞ്ഞില്ലായിരുന്നു, ചോദിക്കുന്നു. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. വാട്ട് യു മീൻ ബൈ ഇന്റൻസീവ് പ്രോപ്പർട്ടി? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് whose value do not depends upon the amount. Give 2 examples of each. എക്സ്റ്റൻസീവിനും ഇന്റൻസീവിനും എക്സാമ്പിൾ എഴുതണം. അത് നമ്മളെ നോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസിഫൈ ദ ഫോളോവിംഗ് ഇൻടു ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ്. പറ. ഇന്റേണൽ എനർജി. Yes, extensive. I type internal energy. Extensive. Density. പറ. Intensive. എന്താ നിങ്ങൾ നോക്കിക്കണത്? വിജയിക്കണ്ടേ? വിജയിക്കാനുള്ള എല്ലാ സന്ദർഭവും കയ്യിൽ വന്നിട്ടും നമ്മൾ വീണ്ടും പിറകോട്ടാണെങ്കിൽ പിന്നെ നിങ്ങളെ ലോകത്ത് ആർക്ക് വിജയിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മളെ ഉള്ളിൽ നിന്നാണ് ഇൻസ്പിറേഷൻ വേണ്ടത്. പണ്ട് അമേരിക്കയിൽ ഒരു കുട്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ആ ക്ലാസ്സിൽ ഏറ്റവും മോട്ടിവേറ്റഡ് ആയ കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയെ എണീപ്പിച്ച് നിർത്തി. ആ കുട്ടി തന്നെ ഹൈലി ടാലന്റഡ് ബോയ് ആയി ഭാവിയിൽ മാറി. അവിടെ എന്താ സംഭവിച്ചത്? ആ കുട്ടി എണീറ്റപ്പം ആ കുട്ടിയെ എണീപ്പിച്ചപ്പോൾ ആ കുട്ടി ചിന്തിച്ചു, ഇത്രയ്ക്കും വലിയൊരു മോട്ടിവേറ്റർ എന്നെയാണല്ലോ സെലക്ട് ചെയ്തത്. ആ നിമിഷം ആ കുട്ടിയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ആ ലെവലിലോട്ട് ഉയർന്നു. നമ്മളിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലാണ്, അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ വലിയ മൈക്കെട്ടിട്ട് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടെങ്കിൽ അതിനെ തടുക്കാനും അതിനെ കെടുത്താനും ആർക്കും കഴിയില്ല. ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മളെ തകർത്താമെന്ന് ആരും വിചാരിക്കണ്ട. ആ രൂപത്തിൽ മക്കൾ പഠിച്ചോ? ഓക്കെ. ഡെൻസിറ്റി, ഇന്റൻസീവ്, ഹീറ്റ് കപ്പാസിറ്റി. പറ ഹീറ്റ് കപ്പാസിറ്റി, എക്സ്റ്റൻസീവ്. അപ്പൊ നിങ്ങൾക്ക് സംശയം, വേറെ എന്തോ ഒരു ഹീറ്റ് കപ്പാസിറ്റി അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഇന്റൻസീവ് ആണ്. ടെമ്പറേച്ചർ ഇന്റൻസീവ്, എമൗണ്ട് മാറിയ ടെമ്പറേച്ചർ മാറൂല. സോ ഇറ്റ് ഈസ് ഇന്റൻസീവ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ എടുത്ത ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? நமக்கிட்டு பேசுனதுக்கு எதுக்காக இந்த மாதிரி உட்கார்ந்துட்டு இருக்கு? ஏன் இந்த மாதிரி உட்கார்ந்துட்டு இருக்கு? ஃப்ரெண்ட்ஸுக்கு ஷேர் பண்றீங்க. வர மாட்டே எல்லாரும். அந்த லைவுக்கு வாங்கோ. Internal energy. Internal energy is a sum of all type of energy associated with the system. ഒരു സിസ്റ്റത്തിന്റെ അകത്തുള്ള എല്ലാ എനർജിയും സമ്മാണ് ഇന്റേണൽ എനർജി. ഒരു സിസ്റ്റത്തിന് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി ഉണ്ടെങ്കിൽ അത് പ്ലസ് എന്തൊക്കെ ഉണ്ടോ അതിന്റെ ഒക്കെ സമ്മ് എക്സെട്ര.
ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ടൈപ്പ് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റം. അതാണ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി. ഓക്കെ മകൾ, ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ യു ഓഫ് എ സിസ്റ്റം എങ്ങനെ ചേഞ്ച് ചെയ്യും? നോട്ട് ചെയ്തോ, യു ഓഫ് എ സിസ്റ്റം ചേഞ്ച്ഡ് ബൈ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ ലൈവില് താഴെ പിൻ ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഈ സ്ലൈഡും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ പോവരുത്, സജീവമായിട്ട് ഉണ്ടായിക്കോ. ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലെങ്കിൽ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി വാ, ഞാൻ ഉണ്ടാവും അവിടെ ഏകണ്ട റൂമിൽ. പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റ് വാ, ഞാൻ എടുത്ത ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അത്രയ്ക്കും ഉറപ്പോട് കൂടി ഞാൻ പറയുന്നുണ്ടെങ്കിൽ, അതും കണ്ണിന് മുമ്പിൽ കാണാത്ത കുട്ടിയോട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ആ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ധൈര്യമായിട്ട് നിങ്ങൾ കൂടെ കൂടിക്കോ. ഇന്റേണൽ ഒരു സിസ്റ്റത്തിന് ഇന്റേണൽ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യും? ഹീറ്റ് ഫ്ലോ ഇൻ ടു ഓർ ഔട്ട് ഓഫ് സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ഓർ ബൈ ദ സിസ്റ്റം, മാറ്റർ ഫ്ലോ ഇൻ ടു ഓർ ഔട്ട് ഓഫ് സിസ്റ്റം. അങ്ങനെയൊക്കെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ലൈവിൽ സജീവമായിട്ട് വരുന്നുണ്ട്. എൻ്റെ മക്കൾ ലൈവിൽ വരണം, ലൈവിൽ നിൽക്കണം, ആൻസർ കമന്റ് ചെയ്യണം, സജീവമാവണം, ഷെയർ ചെയ്യണം. ഇത് എന്ന് പറയുന്നത്, ഈ ഷെയർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഷെയർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ നൽകുന്നത് ഒരു വളരെ വലിയ ഒരു അറിവാണ് ബാക്കിയുള്ള കുട്ടികൾക്ക്. അതിനേക്കാളും പകരം കൊടുക്കാൻ ഒന്നുമില്ല. വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഹീറ്റ്. നോട്ട് ചെയ്തോ, നോട്ട്ബുക്കിൽ പേപ്പറിൽ എഴുതിക്കോ, പേനയും പേപ്പറും. ഏതെങ്കിലും പാരന്റ്സ് കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തോളിൽ കൈവച്ച് പുറത്ത് തട്ടി പറഞ്ഞോ, നിങ്ങളെ ഭാവിയിൽ നിങ്ങളെ നോക്കാനുള്ള, നിങ്ങളെ ലൈഫിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ നോക്കാനുള്ള കുട്ടിയാണ് പഠിക്കുന്നത്. എല്ലാ സാഹചര്യവും കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവര് പഠിച്ചോളും. അവർ നിങ്ങൾ മാക്സിമം സ്ട്രെസ് കൊടുക്കണ്ട, അവര് പഠിച്ചു വളരും. അതുകൊണ്ടാണല്ലോ അവർ നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഹീറ്റ് ക്യൂ, ഹീറ്റിന്റെ സൈൻ കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മക്കളെ, ഹീറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ആ ഹീറ്റിന്റെ സൈന് Q ഈക്വൽ ടു പോസിറ്റീവ് ആയിരിക്കും, അഥവാ Q ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ഹീറ്റിന്റെ സൈന് പോസിറ്റീവ്, Q ഗ്രേറ്റർ ദാൻ 0. ഹീറ്റ് റിലീസ് ചെയ്താൽ Q ഈക്വൽ ടു നെഗറ്റീവ്, അഥവാ Q, മക്കൾ പറ, Q ലെസ് ദാൻ 0. ഓക്കെ, എല്ലാവരും സജീവമായിട്ട് ലൈവിലുണ്ട്. എല്ലാ മക്കളും സജീവമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, പേര് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ച കുട്ടികളൊക്കെ ലൈവിൽ വന്ന് കയറി പോകുന്നുണ്ട്, കാണുന്നുണ്ട് ഞാൻ. ഓക്കെ, യെസ്, ഗുഡ്. ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഞാൻ ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കും. എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ കുട്ടികളാണ്. എല്ലാവർക്കും ഞാൻ റെസ്പോണ്ട് തരുന്നതായിരിക്കും. ഓക്കെ, യൂണിറ്റ്. ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂളാണ്. ഹീറ്റിന്റെ CGS യൂണിറ്റ് കലോറിയാണ്. കലോറിയും ജൂളും തമ്മിലുള്ള ബന്ധം 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ സൈൻ കൺവേർഷൻ നിർബന്ധമായിട്ട് അറിയണം കേട്ടോ. ഹീറ്റിന്റെ സൈൻ കൺവേർഷൻ നിർബന്ധമായിട്ടും അറിയണം. അതറിയാതെ മക്കൾ പോവരുത്. യെസ്, വർക്കിന്റെ സൈൻ കൺവേർഷൻ. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ്, ഹീറ്റ് റിലീസ് ചെയ്ത നെഗറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ദാറ്റ് വർക്ക് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. That work is greater than 0. Work done by the system, work is equal to negative, W less than 0. വർക്കിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂളാണ്. വർക്കിന്റെ SI യൂണിറ്റ് ജൂളാണ്. വർക്കിന്റെ CGS യൂണിറ്റ് കലോറിയാണ്. സോറി, വർക്കിന്റെ CGS യൂണിറ്റ് എർഗാണ്. 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ്. 1 joule equal to 10⁻⁷ erg. 1 liter ATM equal to വർക്കിന്റെ വേറെ യൂണിറ്റ് മക്കളെ നോട്ട് ചെയ്ത പേനയും പേപ്പറും എഴുതുന്നുണ്ടോന്ന് രക്ഷിതാക്കൾ നോക്കണം കേട്ടാ. 1 liter ATM equal to 101.3 ജൂൾ. കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ അടുത്തുണ്ടാവുമായിരിക്കും. അവർ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. അവരെ തലയിൽ നിങ്ങൾ തലോടണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, നമ്മളെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടല്ലടാ നമ്മൾ പഠിക്കുന്നത്,
നമ്മൾ അച്ഛനമ്മക്കും വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ലൈഫിൽ ഒരു വലിയ സത്യന്റെ മക്കൾ മനസ്സിലാക്കി കേട്ടോ. നമ്മൾ എന്താവണം, നമ്മൾ പഠിക്കണം, നമുക്ക് ജോലി കിട്ടണം, നമ്മൾ വലിയ ആളാവണം എന്ന് ആഗ്രഹിക്കുന്ന ലോകത്ത് രണ്ടാളേ ഉള്ളൂ, നിങ്ങൾ രക്ഷിതാക്കളും നിങ്ങൾ അധ്യാപകരും. വേറെ ആരും അത്ര മാനസികമായിട്ട് ആഗ്രഹിക്കൂല. പക്ഷെ നമ്മുടെ രക്ഷിതാക്കളെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പഠിച്ച് നമ്മളൊരു ജോലി നേടുമ്പോൾ നമ്മൾക്ക് ലഭിച്ച ജോലിയുടെ ആ ഒരു സൗന്ദര്യം സുഖവും ആസ്വദിക്കുന്നതിന് മുമ്പ് അവരൊക്കെ നമ്മളെ അത് ആസ്വദിക്കുന്നതിന് മുമ്പ് അവരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറയാനേ പറ്റില്ല. അപ്പൊ നമ്മളെ ലൈഫിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്തം, നമ്മളെ ലൈഫിലെ ഏറ്റവും നല്ല സന്ദർഭം അവർ ആരോഗ്യത്തോടു കൂടി നമ്മളെ കൂടെയുള്ള ഈ സമയമാണ്. ഈ സമയത്ത് അവർക്ക് നമ്മൾ അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ പഠിച്ച് കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാലം കുറെ കഴിഞ്ഞിട്ട് ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. രക്ഷിതാക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ ആഗ്രഹം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ നിറവേറ്റണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ 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 അപ്പൊ വർക്കിന്റെ സൈൻ കൺവേർഷൻ, വർക്കിന്റെ യൂണിറ്റുകൾ. ഓക്കെ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് തരും. ഈ എഴുതിയ സ്ലൈഡ് തരും. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി ഇപ്പോൾ. ഓക്കെ ഓക്കെ നോക്കൂ, വർക്കിന്റെ ഇക്വേഷൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു ഭാഗം, ഈ ഫിഗർ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ഭാഗം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡെറിവേഷൻ ആയിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കൂല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആ വർക്ക് ഇറിവേഴ്സിബിൾ വർക്കാണ്. എന്ത് വർക്കാണ്? ഇറിവേഴ്സിബിൾ വർക്കാണ്. ആ ഇറിവേഴ്സിബിൾ വർക്കിന്റെ ഇക്വേഷൻ -P external delta V. -P external delta V. എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് സൈൻ? എക്സ്പാൻഷൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് എക്സ്പാൻഷൻ, ഇറിവേഴ്സിബിൾ എക്സ്പാൻഷന്റെ ഇക്വേഷൻ ആണ്. മറക്കണ്ട, W irreversible equal to -P external delta V. ഹൈ എന്തായാലും മക്കളെ, അപ്പൊ അത് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ W irreversible equal to P external ആണെങ്കിൽ അത് കംപ്രഷൻ ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. കണ്ടോ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ആ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. അതാണ് ഓൺ ബൈ ദ സിസ്റ്റം ആണ് എക്സ്പാൻഷൻ, നെഗറ്റീവ്. ഓൺ ദ സിസ്റ്റം ആണ് കംപ്രഷൻ, പോസിറ്റീവ്. വർക്കിന്റെ സൈൻ ഞാൻ തന്നിരിക്കുകയാണ്. അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്, W റിവേഴ്സിബിൾ വർക്കിന്റെ ഇക്വേഷൻ W റിവേഴ്സിബിൾ ഈക്വൽ ടു -nRT ln V final by V initial. V final by എന്താണ്? V initial -2.303 nRT log V final by V initial മൈനസ്. ഇതാണ് റിവേഴ്സിബിൾ വർക്കിന്റെ ഇക്വേഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Which of the following is not correct for the isothermal expansion of an ideal gas? Isothermal free expansion എന്ന് പറയുമ്പോൾ വർക്ക് 0 ആണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ Q0 ആണ്. വർക്ക് 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. P external 0 ആണ്, കാരണം ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ ആയതുകൊണ്ട് ΔU 0 ആണ്. ഇവിടെ ഇവർ തന്ന ഈ ഒരു ഓപ്ഷൻ, ഈ D എന്ന് പറയുന്ന ഓപ്ഷൻ ΔU not equal to 0 എന്നാണ്. അപ്പൊ അതാണ് അവിടെ തെറ്റായ കോൺസെപ്റ്റ്. ഇവർ ചോദിച്ചത് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ തെറ്റായ കോൺസെപ്റ്റ് ΔU not equal to 0 എന്ന് തന്ന ഓപ്ഷൻ D ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ amount of work done during the expansion of an ideal gas from 2 liter to 10 liter against a constant external pressure of 1 atm. യെസ്, അപ്പം ഈ ക്വസ്റ്റ്യനിൽ എക്സ്പാൻഷൻ എന്ന് കാണാം. എക്സ്പാൻഷൻ ആയതുകൊണ്ട് വർക്കിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. എക്സ്പാൻഷൻ ആയതുകൊണ്ട് -P external delta V equal to external pressure 1 atm ആണ്. -1 into delta V എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം 10 ആണ്, ഇനീഷ്യൽ വോളിയം 2 ആണ്. സോ 10 - 2 8 ആണ്. സോ -8 യൂണിറ്റ്, ഒന്ന് ലിറ്റർ ആണ്, ഒന്ന് ATM ആണ്. -8 ലിറ്റർ ATM, -8 ലിറ്റർ ATM. അതാണ് അടുത്ത ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആ ലിറ്റർ ATM ജൂൾക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 101.3 കൊണ്ട് ഗുണിച്ചാൽ ജൂൾക്ക് മാറും. നമ്മൾ ലിറ്റർ ATM കൊടുത്താൽ മതി.
സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും എ എന്ന് പറയുന്ന സിസ്റ്റം ബിയും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ബിയും സിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ലോ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രപ്പോസ്ഡ് ബൈ ഹെൽമോൺസ്. എന്താ ഫസ്റ്റ് ലോന്റെ ചില പോയിന്റുകൾ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed. Very good, നോട്ട് ചെയ്യുക. എനർജി ക്യാൻ ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. Total energy in the universe is constant. Total mass and energy of an isolated system is always constant. നിങ്ങൾക്ക് സ്ലൈഡ് കിട്ടും, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ലോ ആൻഡ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എപ്പോഴാ ക്യൂക്ക് സൈന് വരിക? ക്യൂക്ക് പോസിറ്റീവ് സൈൻ വരുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, ക്യൂക്ക് നെഗറ്റീവ് സൈൻ വരുന്ന ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ്. ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഇൻ എ പ്രോസസ്. ക്വസ്റ്റ്യൻ വായിക്കൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ പ്രോസസ് 701 joule heat is absorbed by the system and 394 joule of work is done by the system. What is the change in internal energy? Delta U is equal to first law and equation. Delta U equal to Q plus W. ഹീറ്റ് ഇവിടെ 701 അബ്സോർബ് ആണ്, അപ്പൊ ഹീറ്റിന്റെ സൈന് പോസിറ്റീവ്. പ്ലസ് 701 പ്ലസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം 394 ബൈ ദ സിസ്റ്റം. വർക്കിന്റെ സൈന് നെഗറ്റീവ് മൈനസ് 394 പ്ലസ് 701 പ്ലസ് മൈനസ് 394. ദ ആൻസർ ഈസ് 307 കിലോ ജൂൾ. 307 കിലോ ജൂൾ. അപ്പൊ ഹീറ്റിന്റെയും വർക്കിന്റെയും സൈന് കൊടുത്തിട്ട് നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് അത് കണ്ടുപിടിക്കാം. സോ ഇത്തരം ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. സോ ക്ലിയർ അല്ലേ മക്കളെ? നോട്ട് ചെയ്യൂ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമ്മൾ പോകുന്നു. ഫസ്റ്റ് ലോന്റെ ചില ഡിഫറെന്റ് ഫോമുകൾ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. For isothermal process delta U equal to 0. Delta U 0 ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0. അപ്പോൾ Q ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. Q ഈക്വൽ ടു എന്താണ്? മൈനസ് ഡബ്ല്യു. ഓക്കെ, ആ പോയിന്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോർ ഐസോതെർമൽ പ്രോസസ് ഡെൽറ്റ ടി ഈക്വൽ ടു 0, ഡെൽറ്റ യു ഈക്വൽ ടു 0, ക്യൂ പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഫോർ അഡിയാബാറ്റിക് പ്രോസസ് Q equal to 0, so delta U equal to W. For cyclic process, delta U equal to 0, so Q equal to minus W. And also for isochoric process, makal, isochoric process, delta V equal to 0. അല്ലേ? ഡെൽറ്റ വി 0 ആകുമ്പോൾ W ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ. ഡെൽറ്റ യു ക്യൂക്ക് ഈക്വൽ ആണ്. ഈ വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം ഐസോകോറിക് പ്രോസസ്സിൽ. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സിൽ അങ്ങനെ ആയിരിക്കും. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് ലോ എൻതാൽപ്പി. ഈ ചാപ്റ്ററിൽ 80% എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ശ്രദ്ധിക്കുന്നില്ലേ? എൻതാൽപ്പി ഓക്കെ, സം ഓഫ് ഇന്റർണൽ ആൻഡ് പ്രഷർ വോളിയം വർക്ക്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസിന് ഒരുപാട് കാര്യങ്ങൾ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. എൻതാൽപ്പി ഈസ് എ സം ഓഫ് ഇന്റർണൽ ആൻഡ് പ്രഷർ വോളിയം വർക്ക്. H ഈക്വൽ ടു യു പ്ലസ് പി വി. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ H ഈക്വൽ ടു H2 മൈനസ് H1. അതെല്ലാവർക്കും അറിയാം. ഡെൽറ്റ H ഈക്വൽ ടു ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഈ ഇക്വേഷൻ പഠിക്കാതെ മക്കൾ പോവല്ല. ആ ഇക്വേഷൻ ചൊല്ലി പഠിക്ക്. ഡെൽറ്റ H ഈക്വൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. പഠിച്ചോ? ഡെൽറ്റ H ഈക്വൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതാ വീണ്ടും ആ ഇക്വേഷൻ. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഫോർ ഗ്യാഷ്യസ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഗ്യാഷ്യസ് റിയാക്ടന്റും പ്രൊഡക്റ്റുകളും ആണെങ്കിൽ
ഗ്യാഷ്യസ് റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും കേസിൽ പി വി ഈക്വൽ ടു NRT ആണ്. അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT. ഈ ഡെൽറ്റ NGRT, ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT. ഈ ഡെൽറ്റ NG എന്ന് പറഞ്ഞാൽ ഡെൽറ്റ NG എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റന്റ്. ആ ഡെൽറ്റ NG പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ NG പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. ഡെൽറ്റ NG നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ഡെൽറ്റ യു. ഡെൽറ്റ NG 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിലുള്ള റിലേഷൻ ആണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT. അപ്പൊ ഡെൽറ്റ NG കണ്ടിട്ട് ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിലുള്ള റിലേഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കൾ, നോക്കൂ ഒരു ക്വസ്റ്റ്യൻ, ആ കോൺസെപ്റ്റ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ സ്ലൈഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് അവർ തന്നിട്ടുണ്ട്, ഡെൽറ്റ യു ആണ് ചോദിച്ചത്. അപ്പൊ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT വെച്ച് ചെയ്യണം. ഡെൽറ്റ N ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ N -1/2 ആണ്. ഡെൽറ്റ N -1/2 ആണ്. ആ ഡെൽറ്റ N വെച്ചുകൊണ്ട് ടെമ്പറേച്ചറും കൊടുത്തിട്ട് ആറിന്റെ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ 8.314 കൊടുത്തിട്ട് ആ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRTയിൽ നമ്മൾ ഡെൽറ്റ യു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരു പക്ഷേ ലൈവിൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരൂ, അതിൽ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടിയത് മനസ്സിലാകും. ഓക്കെ, ആൻസറും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി നമ്മൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ റിയാക്ഷൻ. ഡെൽറ്റ RH എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 0 കൊടുക്കും നമ്മൾ. അത് 298 കെൽവിനും 180 ആണ്. റിയാക്ടന്റിന്റെ എൻതാൽപ്പി ഇവിടെയാണ്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഇത് റിയാക്ടന്റിന്റെ എൻതാൽപ്പിയാണ്, ഇത് പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പിയാണ്. എക്സ് ആക്സിസിൽ എൻതാൽപ്പി, വൈ ആക്സിസിൽ റിയാക്ഷൻ പ്രോഗ്രസ്. അപ്പം പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി കുറവും റിയാക്ടന്റിന്റെ എൻതാൽപ്പി കൂടുതലുമാണെങ്കിൽ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ചിന്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും. എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ ഇതൊരു എക്സോതെർമിക്കിന്റെ ഗ്രാഫാണ്. എന്താണ് എക്സോതെർമിക് പ്രോസസ്സിന്റെ ഗ്രാഫാണ്. എന്നാൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് പ്രൊഡക്റ്റും ഇത് റിയാക്റ്റന്റും ആണെങ്കിൽ അപ്പോൾ അവിടുത്തെ ഡെൽറ്റ എച്ചിന്റെ സൈന് റിയാക്ഷന്റെ ഡെൽറ്റ RH പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതൊരു എൻഡോതെർമിക്കിന്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് വരക്കാൻ, എക്സോതെർമിക്കിന്റെ ഗ്രാഫ് വരക്കാൻ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ കറക്റ്റാണ്, സിമ്പിൾ ആണ് ആ കോൺസെപ്റ്റ്. ഓക്കെ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നമുക്ക് ഒരുപാട് റിയാക്ഷൻ എൻതാൽപ്പിനെ കുറിച്ച് പഠിക്കാണ്ട് മക്കളെ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, യെസ്, ഡെൽറ്റ FH. സി സോളിഡ് ഗ്രാഫൈറ്റ്, കാർബണിന്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമായ ഗ്രാഫൈറ്റ് എലമെന്റൽ ഫോം, അത് ഒരു ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, യെസ്, 1 മോൾ കോമ്പൗണ്ട്. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളാർ മാസ് ഉണ്ടാകും. 1 മോൾ കോമ്പൗണ്ട്, 1 മോൾ സബ്സ്റ്റൻസ്, അതിന്റെ എലമെന്റൽ ഫോമുകൾ കൂടിച്ചേർന്ന് ഉണ്ടാവാൻ വേണ്ട ഒരു എൻതാൽപ്പിയെ നമ്മൾ പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ദ ഡെൽറ്റ എച്ച് when 1 mole of a substance was formed from its constituent elements in most stable state or standard state. ഓക്കെ, ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി നമുക്ക് കാണാം. ആ കെമിക്കൽ റിയാക്ഷനിലെ റിയാക്ടന്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയൊക്കെ എൻതാൽപ്പി തന്നാൽ നമുക്ക് റിയാക്ഷൻ എൻതാൽപ്പി കാണാം. ഡെൽറ്റ RH സിഗ്മ AI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ BI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് റിയാക്ഷൻ എൻതാൽപ്പി കാണാം. ആ AIയും BIയും അവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. അവിടുത്തെ എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് മക്കളെ. ഓക്കെ, അങ്ങനെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി കാണാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. AI ആൻഡ് BI, ആ AIയും BIയും അവിടുത്തെ കോഎഫിഷ്യന്റുകളാണ്. അത് വെച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാ, ഒരു കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോം തന്നിട്ടുണ്ട്, N2O വ്യത്യസ്ത കോമ്പൗണ്ടുകളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ റിയാക്ഷന്റെ എൻതാൽപ്പിയാണ് ചോദിച്ചത്. എന്താ ഞാൻ പഠിപ്പിച്ചത്? ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി കാണാൻ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്
സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് എന്ത് പ്രൊഡക്റ്റ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് N2O. N2O വാല്യൂ 81 പ്ലസ് മക്കൾ പറ 3CO2. CO2ന്റെ വാല്യൂ മൈനസ്, അപ്പൊ 3 ഇൻറ്റു മൈനസ് 393 പ്രൊഡക്റ്റിന്റെ സമ്മായി മൈനസ് റിയാക്ടിന്റെ സമ്മ്. റിയാക്ടിന്റെ ഇവിടെ ആരാണ്? N2O4. N2O4ന്റെ വാല്യൂ 9.7 പ്ലസ് 3 ഇൻറ്റു CO ന്റെ വാല്യൂ മൈനസ് 110. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ റിയാക്ഷന്റെ എൻതാൽപ്പി കിട്ടും. ആ റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇത് നമ്മൾ കാൽക്കുലേഷൻ വെച്ച് ചെയ്താൽ ആ റിയാക്ഷൻ എൻതാൽപ്പി മൈനസ് 777.7 കിലോ ജൂൾ മോൾ റേസ് ടു -1. ആ റിയാക്ഷൻ എൻതാൽപ്പി കിട്ടി. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് എന്താണ് റിയാക്റ്റന്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഇത്തരം ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ഒരു മോൾ കാർബൺ, അതിന്റെ മോളാർ മാസ് ഉണ്ടാകും, ആറ്റോമിക് മാസ് ഉണ്ടാകും. ഒരു മോൾ കാർബൺ ഓക്സിജനുമായിട്ട് എക്സസ് എയറുമായിട്ട് ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. അതിന് വേണ്ട റിയാക്ഷന്റെ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ദാറ്റ് കാർബൺ. ഒരു മോൾ ഹൈഡ്രജൻ കത്താൻ ഹാഫ് ഓക്സിജൻ മതി, അപ്പോൾ വാട്ടർ ഉണ്ടാവും. അപ്പോൾ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of a substance was completely burnt in free excess air. Completely burnt in free excess air. അതാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. കാരണം കത്തുന്ന പ്രോസസ് എക്സോതെർമിക് അല്ലേ മക്കള്? സംശയം ഈ പെര കത്തിച്ചോക്കണ്ടി, അയൽവാസികൾക്ക് നല്ല ചൂടുണ്ടാവും. എന്നിട്ട് അതിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞാൽ മതി, നാട്ടുകാരെ ഓടി വരണേ, കമ്പസ്റ്റൻ പ്രോസസ് എക്സോതെർമിക് ആണ്, നാട്ടുകാരെ ഓടി വരണേ, കമ്പസ്റ്റൻ പ്രോസസ് എക്സോതെർമിക് ആണ്. ഞാനീ പറഞ്ഞത് നിങ്ങൾ നാട്ടുകാരോടോ പോലീസുകാരോടോ പറയാൻ നിൽക്കണ്ട. എന്നെ പിടിച്ചിടാൻ മാത്രമുള്ള ജയിലൊന്നും ഇപ്പോൾ ഇവിടെ എവിടെയുമില്ല. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് എക്സോതെർമിക്. ഓക്കെ ഓക്കെ, എൻതാൽപ്പി ഓഫ് ഒരു മോൾ സബ്സ്റ്റൻസ്. അപ്പൊ ഒരു മോൾ സബ്സ്റ്റൻസ് കത്തുമ്പോൾ റിലീസ് ആവുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. തെർമോകെമിക്കൽ ഇക്വേഷൻ. തെർമോകെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷന്റെ കൂടെ എനർജി ഉണ്ടെങ്കിൽ ഇപ്പൊ A+B gives C+X കിലോ ജൂൾ, അത്തരം ഇക്വേഷൻ ആണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. അത് നമ്മൾ എൻതാൽപ്പി വെച്ച് ചെയ്താണെങ്കിൽ അത് എക്സോതെർമിക് ആയതുകൊണ്ട് -X കിലോ ജൂൾ. ആ ഇക്വേഷൻ നമ്മൾ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ കൂടെയുള്ള എൻതാൽപ്പിയും നമ്മൾ ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഹാഫ് കൊണ്ട് ഗുണിച്ചപ്പോൾ x/2 കിലോ ജൂൾ എന്നായി. ഓക്കെ, അപ്പോൾ തെർമോകെമിക്കൽ ഇക്വേഷൻ നമ്മൾ എൻതാൽപ്പി വെച്ച് ചെയ്ത് നമ്മൾ എക്സോതെർമിക് ആണ്, നെഗറ്റീവ് ആയിരിക്കും. ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്താൽ, ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ A+B gives C അല്ലേ, അത് +X കിലോ ജൂൾ ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം. A+B gives C +X കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ A+B gives C ഡെൽറ്റ H ഈക്വൽ ടു -X കിലോ ജൂൾ. ഡെൽറ്റ H ഈക്വൽ ടു -X കിലോ ജൂൾ. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ്, എനർജി റിലീസ് ആയി. അപ്പോൾ നമ്മൾ അത് തിരിച്ചിട്ടാൽ C gives A+B എന്നാണെങ്കിൽ ഡെൽറ്റ H ഈക്വൽ ടു +X കിലോ ജൂൾ. ഡെൽറ്റ H ഈക്വൽ ടു +X കിലോ ജൂൾ അല്ലേ? ഇക്വേഷനെ റിവേഴ്സ് ചെയ്താൽ എൻതാൽപ്പിന്റെ സൈന് മാറും. ഇക്വേഷന്റെ കൂടെ എനർജി റിലീസ് ആയാൽ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. റിവേഴ്സ് ചെയ്താൽ സൈന് മാറും. ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എൻതാൽപ്പിയുടെ വാല്യൂം ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എൻ്റെ മക്കൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. എല്ലാവരും ലൈവിൽ വാ, എല്ലാവരും ലൈവിൽ വാ. ഈ വരാൻ പോകുന്ന എക്സാമിന് 100% ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഹെസ്സസ് ലോ. ഇത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. പക്ഷെ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിന്റെ ബയോളജിന്റെ ആവരുത്, കെമിസ്ട്രിൻ്റെതായിരിക്കണം. ഹെസ്സസ് ലോന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ വാ. ഹെസ്സസ് ലോ വാ, കോഴിക്കോട്ടേക്ക് വാ, ആണാണി ബാണാണെങ്കിൽ വാ, 100% ഉണ്ടാകും. ഹെസ്സസ് ലോ എന്താ? ഹെസ്സസ് ലോ പറയുന്നത് എ എന്ന് പറയുന്ന സിസ്റ്റം ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിക്ക് മാറാൻ ഡെൽറ്റ H എന്ന് പറയുന്ന എൻതാൽപ്പിയാണ്. എന്നാൽ അത് AB ആകുന്നു, BC ആകുന്നു, CD ആകുന്നു എങ്കിൽ ആ എൻതാൽപ്പി ചേഞ്ച് ആ ഓരോ സിംഗിൾ സ്റ്റെപ്പിന്റെയും എൻതാൽപ്പി ചേഞ്ചിന്റെ സമ്മായിരിക്കും. Definition: the enthalpy change is same whether the process takes place in a single step or several steps. ഒരു സ്റ്റെപ്പിൽ സംഭവിക്കുമ്പോഴും വ്യത്യസ്ത സ്റ്റെപ്പിൽ സംഭവിക്കുമ്പോഴും എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഡെഫിനിഷൻ ആണ്, ഇത് ഇല്ലസ്ട്രേഷൻ ആണ്. ഡിഫൈൻ ആൻഡ് ഇല്ലസ്ട്രേറ്റ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഡിഫൈൻ ആൻഡ് ഇല്ലസ്ട്രേറ്റ് എന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ മക്കൾ ഡെഫിനിഷൻ എഴുതണം, ഇല്ലസ്ട്രേഷൻ എഴുതണം.
ഡെഫിനിഷൻ മാത്രം ചോദിച്ചാൽ ഡെഫിനിഷൻ എഴുതാം. സോ ദിസ് ഈസ് SS law. SS lawന്റെ പ്രോബ്ലം പരീക്ഷയ്ക്ക് റംഭം ഇമ്പോർട്ടന്റ്. SS lawக்கு வந்து ப்ராப்ளம் ரொம்ப இம்பார்ட்டன்ட் தானே. ஆனா அந்த क्वेश्चन அவாய்ட் பண்றதுக்கு ரொம்ப ஈஸி. ஆனா அது படிக்கிறதுக்கு தான் மாஸ். ஓகே, क्वेश्चन ഇതാ. The enthalpy of combustion of carbon and carbon monoxide ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. The enthalpy of formation of carbon monoxide per mole ആണ് ചോദ്യം. അപ്പൊ ചോദിച്ചത് ആദ്യം ഇതാ കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ ആണ് ചോദിച്ചത്. കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ എന്താ? ഫോർമേഷന്റെ ഇക്വേഷൻ, ഒരു മോൾ സബ്സ്റ്റൻസ് ഫോം ചെയ്യാൻ അതിന്റെ കോൺസ്റ്റന്റ് എലമെന്റുകൾ കൂടി ചേരുന്നു. C+R4 give CO. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അവർ തന്നത് കാർബണിന്റെ കമ്പസ്റ്റൻ C+O2 give CO2. ഡെൽറ്റ എച്ച് ഈക്വൽ ടു -393 കിലോ ജൂൾ. Equation number 1. C plus half O2 gives CO2. CO plus carbon monoxide combustion. CO plus half O2 gives CO2. Delta H equal to -283 kilojoule. -283 kilojoule. Equation number 2. അപ്പൊ ചോദിച്ചൊരു ഇക്വേഷൻ നമ്മൾ എഴുതി മക്കളെ. SS lawന്റെ പ്രോബ്ലം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. നമുക്ക് ഒരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ് ചോദിച്ചത്. അപ്പൊ ചോദിച്ച ഇക്വേഷൻ നമ്മൾ അതേപോലെ എഴുതി, തന്ന ഇക്വേഷനും നമ്മൾ എഴുതി, അതിന്റെ വാല്യൂ എഴുതി. ഇനി ചോദിച്ച ഇക്വേഷനിക്ക് എത്താൻ തന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം നോക്കുക. ഇവിടെ C ഇല്ലേ? തന്ന ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ C ഇല്ലേ? അത് റിയാക്റ്റന്റിലല്ലേ? ചോദിച്ചതും റിയാക്റ്റന്റിൽ തന്നെയല്ലേ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ തിരിച്ചിടണോ, മറിച്ചിടണോ, ഗുണിക്കണോ? ഒന്നും ചെയ്യണ്ട. ഇക്വേഷൻ 1നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പ്ലസ് ഇക്വേഷൻ 2. ഇനി പ്രൊഡക്റ്റിൽ CO അല്ലേ ഉള്ളത്? O2 ഓൾറെഡി ക്ലിയർ ആയിക്കോളും, നിങ്ങൾ നോക്കണ്ട. പ്രൊഡക്റ്റിൽ CO അല്ലേ ഉള്ളത്? തന്ന ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ CO റിയാക്റ്റന്റിലല്ലേ? അത് പ്രൊഡക്റ്റിക്ക് മാറ്റാൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യണ്ടേ? അപ്പൊ ഇക്വേഷൻ 2നെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇക്വേഷൻ 2നെ റിവേഴ്സ് ചെയ്യണം. ഇത് നിങ്ങൾ ഇനി ബോർഡ് എക്സാം ആകുമ്പോൾ 1 ഇക്വേഷൻ അതേപോലെ എഴുതുക, 2ന്റെ ഇക്വേഷനെ തിരിച്ചെഴുതുക, എന്നിട്ട് അടിയിൽ വരക്കുക, എന്നിട്ട് ചോദിച്ച ഇക്വേഷൻ ആയിരിക്കും ആ കൂട്ടിയാ കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ആൻസർ 1ന്റെ വാല്യൂ -393 പ്ലസ് ബോർഡ് ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ അല്ലേ? -393 പ്ലസ് 2ന്റെ വാല്യൂ റിവേഴ്സ് ചെയ്യുമ്പോൾ 283. അപ്പൊ കൂട്ടുമ്പോൾ ആൻസർ -110 കിലോ ജൂൾ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇപ്പൊ ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1+2 റിവേഴ്സ് എഴുതിയതിന് പകരം അങ്ങനെ അത് മനസ്സിലാക്കുകയും അങ്ങനെ എഴുതുകയും ശേഷം ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഇക്വേഷൻ വെച്ച് ഒന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് അതാണ് ഉത്തരം നമുക്ക് അറിയാം. എന്നാൽ നമ്മൾ അത് അതേപോലെ റിവേഴ്സ് ചെയ്ത് എഴുതിയിട്ട് കൂട്ടിയിട്ട് ഇക്വേഷൻ എഴുതി കൊടുത്ത് ആൻസർ എഴുതി കൊടുക്കുക. SS lawന്റെ പ്രോബ്ലം അങ്ങനെ എൻ്റെ മക്കൾ ചെയ്യണം. നോക്കൂ, SS lawന്റെ വേറൊരു ക്വസ്റ്റ്യൻ. ഇതാ 3 ഇക്വേഷൻ തന്നു, അത് നമ്മൾ നമ്പർ കൊടുക്കുകയാണ് 1, 2, 3. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 3 ഇക്വേഷൻ തന്നു, ചോദിച്ചത് CH4ന്റെ ഫോർമേഷൻ. CH4ന്റെ ഫോർമേഷൻ ആണ് ചോദിച്ചത്. CH4ന്റെ ഫോർമേഷന്റെ ഇക്വേഷൻ C+2H2 gives CH4. വെരി ഗുഡ്, വെരി ഗുഡ്. C+2H2 gives എന്താണ്? CH4. അപ്പൊ നമുക്ക് നോക്കാം C എവിടെയുള്ളത്? ദാ ഫസ്റ്റ് ഇക്വേഷനിൽ C ഉണ്ട്. ഇക്വേഷൻ 1ന് ഒന്നും ചെയ്യണ്ട, പ്ലസ്. ഇനി 2H2 എന്ന് വേണം. സെക്കൻഡ് ഇക്വേഷനിൽ H2 ഉണ്ട്, പക്ഷെ നമുക്ക് 2H2 വേണം. അപ്പൊ ഇക്വേഷൻ 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം, അത്രേ ഉള്ളൂ. പ്ലസ് CH4 പ്രൊഡക്റ്റിൽ വരണം. തേർഡ് ഇക്വേഷനിൽ CH4 ഉണ്ട്, അപ്പൊ ഇക്വേഷൻ 3നെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. കണ്ട അങ്ങനെ ആണെന്ന് മനസ്സിലാക്കിയാൽ ബോർഡ് എക്സാമിന് മക്കൾ എന്ത് ചെയ്യണം? 1ത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുക, 2ന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക, ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഗുണിച്ചിട്ട് കൊടുക്കുക. 3ാമത്തെ ഇക്വേഷൻ നിങ്ങൾ റിവേഴ്സ് ചെയ്ത് എഴുതുക, എന്നിട്ട് അടിയിൽ വരച്ചിട്ട് ചോദിച്ച ഇക്വേഷൻ അതേപോലെ അടിയിലാണ് എഴുതി കൊടുത്താൽ മതി. ആൻസർ എന്താ? ആൻസർ ഇതാണ്. 1ത്തെ ഇക്വേഷൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. 1ന്റെ വാല്യൂ -393.7 പ്ലസ് ഇക്വേഷൻ 2നെ 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, -285.8 × 2 പ്ലസ് ഇക്വേഷൻ 3നെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, അപ്പം +890.4. ഇത് കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ ആണ്.
ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. പക്ഷെ ബോർഡ് എക്സാമിനാകുമ്പോൾ ഇത് വാല്യൂ മാത്രം എഴുതി കൊടുത്താൽ പോരാ, അത് എൻട്രൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് മാർക്ക് തരും. എന്നാലും ഈ ഇത്രയ്ക്കും ഇതൊക്കെ ചെയ്യണം എന്ന് അറിഞ്ഞാൽ അത് ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആൻസർ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക. ഉത്തരം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റൂല. സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. SSLO is over. SSLO ക്വസ്റ്റ്യൻ ചെയ്യണം. SSLO ചോദ്യം തിരിച്ചും മറിച്ചും ഒക്കെ അവർ ചോദിക്കും. അവർ പല രൂപത്തിലും SSLO ചോദ്യം ചോദിക്കും. പക്ഷെ സ്ഥാനം മാറി, ആഗസ്റ്റ് അല്ല. അപ്പൊ പക്ഷെ മക്കൾ ചെയ്ത് പഠിച്ചു എഴുതണേ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാലും പരീക്ഷ ആഗസ്റ്റിലല്ലല്ലോ. ഓക്കെ, ബോണ്ട് എൻതാൽപ്പി. ഒരു മോൾ ബോണ്ട്, the enthalpy change associated with 1 mole of a particular bond. 2 ആറ്റമുള്ള മോളിക്യൂൾ, ഡയാറ്റോമിക് മോളിക്യൂൾ, ഹൈഡ്രജൻ, ക്ലോറിൻ തുടങ്ങിയ ഡയാറ്റോമിക് മോളിക്യൂൾ, അത്തരം മോളിക്യൂളിന്റെ കേസിൽ ഇത്തരം മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എൻതാൽപ്പിക്ക് ഈക്വൽ ആണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഓക്കെ, പോളിയാറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ അവിടുത്തെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് മീൻ ബോണ്ട് എൻതാൽപ്പി ആണ്. എന്താണ് മീൻ ബോണ്ട് എൻതാൽപ്പി? മീൻ ബോണ്ട് എൻതാൽപ്പി ആവറേജ് ആണ്. എന്ത് ആവറേജ്? ഫോർ എക്സാമ്പിൾ CH4. മക്കൾ CH4 ആണെങ്കിൽ അവിടെ 4 ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടുത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് അവിടുത്തെ മൊത്തം ബ്രേക്ക് ചെയ്യാൻ വേണ്ട ടോട്ടൽ ബോണ്ട് ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എൻതാൽപ്പി. H2O കേസിലാണെങ്കിൽ ഓക്സിജൻ ഹൈഡ്രജൻ തമ്മിലല്ലേ ബോണ്ട് ഉണ്ടാവുക H2O മക്കളെ? H2O ഓക്സിജനും ഹൈഡ്രജൻ തമ്മിലല്ലേ ബോണ്ട് ഉണ്ടാവുക? അപ്പൊ ΔOH ഈക്വൽ ടു മൊത്തം ഡിസോസിയേറ്റ് ചെയ്യാനുള്ള വാല്യൂ, അതിന് നമുക്ക് ആറ്റോമൈസേഷൻ എന്ന് പറയാം. മൊത്തം ബ്രേക്ക് ചെയ്യാൻ വേണ്ട വാല്യൂ ആറ്റോമൈസേഷൻ എന്ന് പറയാം. അത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട്. H2O 2 OH ബോണ്ടുകളല്ലേ ഉള്ളത്? നമ്പർ ഓഫ് ബോണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ആവറേജ് എടുക്കുമ്പോഴാണ് പോളി ആറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പിന്റെ വാല്യൂ കിട്ടുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് മക്കളെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി നമുക്ക് ബോണ്ട് എൻതാൽപ്പി വെച്ച് കണ്ടുപിടിക്കാം. സിഗ്മ സം ഓഫ് AI, അത് കോഎഫിഷ്യന്റ് ആണ്. സിഗ്മ AI ഡെൽറ്റ ബോണ്ട് H ഓഫ് റിയാക്ടന്റ്. ഹൈ ഇതേ ഇക്വേഷൻ നമ്മൾ ഫോർമേഷൻ വെച്ച് പറഞ്ഞിരുന്നു. സിഗ്മ AI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയിരുന്നു. ബോണ്ട് എൻതാൽപ്പിന്റെ കേസിൽ സിഗ്മ AI ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ് മൈനസ് സിഗ്മ BI ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. അവിടെ പങ്കെടുത്ത മുഴുവൻ റിയാക്ടിന്റെ ബോണ്ട് എൻതാൽപ്പിന്ന് പ്രൊഡക്റ്റിന്റെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ നമുക്ക് ആ റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാം. അങ്ങനത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇക്വേഷൻ നോട്ട് ചെയ്യ്. പേനും പേപ്പർ ഇങ്ങനെ വെച്ച് നിന്നിട്ട് കാര്യമില്ല. നോട്ട് ചെയ്യുക, കമന്റ് പൊളിക്കുക. എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കും, എല്ലാവരുടെ കമന്റ് ഞാൻ വായിക്കും. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കമന്റുകളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള എല്ലാം ഞാൻ ശ്രദ്ധിക്കും. എല്ലാം എൻ്റെ മക്കളാണ്. യെസ് ഷെയർ ചെയ്യൂ മക്കളെ. തെർമോഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. നമ്മളെ മുമ്പിൽ പരീക്ഷയാണുള്ളത്, നമ്മളെ മുമ്പിൽ എക്സാം ആണ്. നമുക്ക് മാർക്ക് കിട്ടിയാൽ മതിയാകും, എൻട്രൻസ് കവർ ചെയ്താൽ മതിയാകും, ബോർഡ് എക്സാം പാസ്സായാൽ മതിയാകും, നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മതിയാകും. വേറെ സ്വപ്നങ്ങളില്ല. ഒരു റിയാക്ഷൻ എൻതാൽപ്പി കാണാൻ സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടന്റ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. അങ്ങനെ ചെയ്ത് നമുക്ക് റിയാക്ഷൻ എൻതാൽപ്പി കിട്ടും. ഓക്കെ, നമ്മൾ ചാപ്റ്ററിന്റെ വേറൊരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻതാൽപ്പി. നമ്മൾ പതുക്കെ അവിടെ ക്ലോസ് ചെയ്തു. HSLO നമ്മൾ ചെയ്തു, HSLOന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു, HSLOന്റെ ഡെഫിനിഷൻ പറഞ്ഞു, HSLOന്റെ ഇല്ലസ്ട്രേഷൻ പറഞ്ഞു. HSLOന്റെ പ്രോബ്ലം അവോയ്ഡ് പണ്ടത് റമ്പം ഈസി, പക്ഷെ പഠിക്കുന്നത് താ മാസ്. ഓക്കെ, സ്പോണ്ടേനിറ്റി ആൻഡ് സ്പോണ്ടേനിയസ് പ്രോസസ്. മക്കൾ വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വെള്ളച്ചാട്ടം സ്പോണ്ടേനിയസ് ആണ്. മാങ്ങ ഞെട്ടച്ച് വീഴുക, ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. കയ്യിൽ നിന്നൊരു ഇഷ്ടിക കാലുമക്കാണ്ട് വീഴുക, അത് സ്പോണ്ടേനിയസ് ആണെന്ന് വേഗം മനസ്സിലാവും. കാരണം അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. എന്താണ് സ്പോണ്ടേനിയസ്? കീപ്പടി ചാടുന്നത് മാത്രമാണ് സ്പോണ്ടേനിയസ് വിചാരിക്കേണ്ട. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്.
സ്പോണ്ടേനിയസ് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. അത് ഫാസ്റ്റും ആവാം സ്ലോ ആവാം. ഇരുമ്പ് തുരുമ്പിക്കുന്നതും സ്പോണ്ടേനിയസ് ആണ്. അത് വെരി സ്ലോ പ്രോസസ്സാണ്. ന്യൂട്രലൈസേഷൻ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് and may only be reversed by some external agency അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. ഓക്കെ, ഒരു പ്രോസസ്സും വെറുതെ സ്പോണ്ടേനിയസ് ആവില്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാകും. ഒന്നും വെറുതെ സ്പോണ്ടേനിയസ് ആവില്ല, ഒന്നും വെറുതെ നടക്കൂല മക്കളെ. ഇപ്പൊ നിങ്ങൾ തന്നെ ലൈവിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഇരിക്കുകയല്ല, പഠിക്കാനും വേണ്ടി ഇരിക്കണം. അതിന്റെ പിന്നിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ഒരു സുഹൃത്ത് ഒരു ബൈക്കിൽ പോവാ, എന്തിനാണ് പോണെന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ പോവാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതാണ് വെറുതെ പോവില്ല. ചില ആൾക്കാർ ബീച്ചിലൊക്കെ പോയിരിക്കും, നമ്മൾ നോക്കി എന്തിനാ ഇരിക്കണ വയ്ക്കും, ഒരു പറയും വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കൂല, അതിന്റെ പിന്നിലൊക്കെ ശക്തമായ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ചിലപ്പം കടല് കാണാനായിരിക്കും, അല്ലെങ്കിൽ കടല തിന്നാം. ഇങ്ങനെ കടല, അതല്ലെങ്കിൽ കടല് കാണാൻ വന്നവരെ കാണാതിരിക്കും. എന്തിന്റെ പിന്നിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവും. വെറുതെ ഒന്നും നടക്കൂല. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് പിന്നിലെ രണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒന്ന് എനർജി ഫാക്ടറാണ്. ഇപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നറിയോ? ആ വെള്ളം മുകളിൽ നിൽക്കുന്ന ഹൈ പൊട്ടൻഷ്യൽ എനർജിയാണ്. താഴെത്തുമ്പോൾ എനർജി കുറയും. എനർജി കുറയുന്ന ഭാഗത്തോട്ടാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആയി നടക്കുന്നത്. ടുവേർഡ്സ് മിനിമം എനർജി. ടുവേർഡ്സ് എന്ത്? മിനിമം എനർജി. അത് ഡെൽറ്റ എച്ച് വെച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് പിന്നെ ഒരു എനർജി ഫാക്ടർ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവായ ചില പ്രോസസ്സും സ്പോണ്ടേനിയസ് ആയി നടക്കുന്നുണ്ട്. ഡെൽറ്റ എച്ച് പോസിറ്റീവായ ചില പ്രോസസ്സും സ്പോണ്ടേനിയസ് ആയി നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് പോസിറ്റീവാ മക്കളെ. പക്ഷേ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. ഇതിൻ്റെ ലിമിറ്റേഷൻ ആണ്. ഇവാപ്രേഷൻ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, പക്ഷേ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. അപ്പൊ എന്തുകൊണ്ട് അത് സ്പോണ്ടേനിയസ് ആയി? അപ്പൊ അതിനെ സ്വാധീനിച്ച ഫാക്ടർ എനർജി ഫാക്ടർ അല്ല, ഡിസോർഡർ ഫാക്ടർ ആണ്. എന്താ ഡിസോർഡർ ഫാക്ടർ? വെള്ളം വേപ്പർ ആവുക എന്ന് പറഞ്ഞാൽ വെള്ളം ലിക്വിഡ് വേപ്പർ ആവുകയാണ്. അപ്പൊ അത് വേപ്പർ ആവുമ്പോൾ ഡിസോർഡർ കൂടുകയാണ്. ഡിസോർഡർ കൂടാനുള്ള ഒരു താല്പര്യമാണ് ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയത്. ഡിസോർഡർ ആവാനുള്ള ഒരു താല്പര്യം പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഇൻക്രീസ്. പ്രപഞ്ചത്തിൽ ഈ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ഡിസോർഡർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഡിസോർഡർ ആവാനുള്ള താല്പര്യം പ്രപഞ്ചത്തിലുണ്ട്. എല്ലാത്തിനും ഡിസോർഡർ ആവാനുള്ള താല്പര്യം, ഡിസോർഡർ കൂടാ, ഗ്യാസ് മിക്സ് ആയി ഡിസോർഡർ കൂടിക്കൊണ്ടിരിക്കും. ഡിസോർഡർ ആവാൻ ഇഷ്ടമല്ല, ഡിസോർഡർ ആവാൻ ഇഷ്ടം. അപ്പൊ നമുക്ക് തന്നെ ക്ലാസ്സിൽ ഓർഡറിൽ ഇരിക്കാൻ ഇഷ്ടമല്ല, ഡിസോർഡർ ആവാനാ ഇഷ്ടം. ഒരു ബെല്ലടിച്ചാൽ കുട്ടികൾക്ക് എന്തിനാ സാറെ ബെല്ലടിച്ച്? നമ്മൾ പറയും, സാർ പറയും ഗ്രൗണ്ടിക്ക് പോകാനാ ബെല്ലടിച്ച. ഗ്രൗണ്ട് പറഞ്ഞാൽ മതി, ആ പോണ. ഡിസോർഡർ ആവാനാ ഇഷ്ടം. എന്നാൽ ഒരു ബെല്ലടിച്ച് കുട്ടികൾ ചോദിച്ചു എന്തിനാ സാറ് ബെല്ലടിച്ച്? ഞാൻ പറഞ്ഞു പ്രിൻസിപ്പളെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന്. കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പളെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഗ്രൗണ്ട് പറഞ്ഞ ബോഡി ടീം പ്രീ എന്ന് പറഞ്ഞാൽ പോണില്ല, കാരണം അവിടുത്തെ ഡിസോർഡർ കുറവായിരിക്കും. പ്രിൻസിപ്പൾ റൂമിൽ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. ഡിസോർഡർ ആവാനുള്ള താല്പര്യമുണ്ട്. ഇത് കുട്ടികളല്ല, ജീവനില്ലാത്ത വസ്തുക്കൾ വരെ. ഡ്രസ്സ് മടക്കി വെക്കുന്നവർക്കറിയാം, ഡ്രസ്സിന് ഓർഡർ നിൽക്കാനാണോ ഡിസോർഡർ നിൽക്കാനാണോ ഡ്രസ്സിന് ഇഷ്ടം? യെസ്, ഡിസോർഡർ ആണ്. ഷർട്ട് വലിച്ചാൽ പാൻറ് ചാടുക, ട്രൗസർ തെരഞ്ഞാൽ കാണുന്നില്ല. ഡിസോർഡർ ആവാനുള്ള താല്പര്യം പ്രപഞ്ചത്തിലുണ്ട്. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ്, എൻ്റെ ട്രൗസറോടെ. അപ്പൊ അടുക്കളയിൽ നിന്ന് അമ്മ എനിക്കെന്തിനാ എൻ്റെ ട്രൗസർ? ഡിസോർഡർ ആവാനുള്ള താല്പര്യം പ്രപഞ്ചത്തിലുണ്ട്. ഇൻസ്ട്രുമെന്റൽ ബോക്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കറിയാം, ബോക്സിലൊക്കെ നേരെ അടുക്കി വെച്ചാൽ കൊണ്ടുപോവുക. ഒക്കെ നേരെ വെക്കും, സ്കെയിൽ കറക്റ്റ് വെക്കും, റബ്ബർ ഓട്ടയിൽ ഇറക്കി വെക്കും, കോമ്പസ് കറക്റ്റ് വെക്കും, എന്നിട്ട് ബാഗിക്ക് നേരെ വെക്കും. ബാഗ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഡിസോർഡർ ആയിട്ടുണ്ടാവും. സ്കൂളിലെത്തി തുറന്നു നോക്കുമ്പോൾ ഓർഡറിലായിരിക്കും ഡിസോർഡറിലായിരിക്കും? ഡിസോർഡർ എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ നടന്നിട്ടുണ്ടാവും. ആ കോമ്പസ് ഒക്കെ റബ്ബറിനെ കുത്തി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും. കോമ്പസിന്റെ കുത്തുകൊള്ളാത്ത ഒരു റബ്ബറും ഇതുവരെ ബോക്സിന്റെ അകത്ത് ഉണ്ടായിട്ടില്ല. കോമ്പസിന്റെ കുത്തുകൊള്ളാൻ റബ്ബറിന്റെ ജീവിതം മിനിയും ബാക്കി. ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എസ് അതാണ് ഡിസോർഡർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് എൻട്രോപ്പി. ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പൊ ഡ്രൈവിംഗ് ഫോഴ്സ് ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ആ ഭാഗത്തോടാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആയി നടക്കുന്നത്. ആ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്.
നോക്കൂ, ഈ ഫിഗർ ഇതിലെല്ലാം ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അതെല്ലാം ഡിസോർഡർ ആവുകയാണ്. അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പോകുന്തോറും എൻട്രോപ്പി ഇൻക്രീസ്, മോർ ഡിസോർഡർ ആവുകയാണ്. എൻട്രോപ്പി ഇൻക്രീസ് അഥവാ എൻട്രോപ്പി is the degree of disorder or randomness. Entropy is the degree of disorder or randomness. Delta S is equal to productant entropy minus reactant entropy. Delta S is equal to Q reversible by T. Heat by T. Q reversible by T. ഓക്കെ, അപ്പൊ ഡെൽറ്റ എസിന്റെ യൂണിറ്റ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങോട്ട് പോകുന്തോറും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങോട്ട് പോകുന്തോറും എൻട്രോപ്പി കൂടുകയാണോ കുറയാണോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. മക്കൾ പറയാം, മക്കൾ ഒന്നൊന്ന് ടൈപ്പ് ചെയ്യും. മക്കൾ ലൈവ്, ഞാൻ ചാറ്റിക്ക് നമ്മൾ പോർഷൻസ് തീരണം, നമുക്ക് നല്ല മാർക്ക് വേണം, പോർഷൻസ് തീരണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഞങ്ങൾ ചാറ്റ് നോക്കാൻ മറക്കുന്നുണ്ട്. ഒന്ന് കമന്റ് ചെയ്യടാ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഡിസോർഡർ കൂടാണോ കുറയാണോ? മക്കൾ ഒന്ന് കമന്റിൽ വാ. എന്താ കളിക്കുന്ന കളിയല്ലട്ടോ, കുളിക്കുന്ന കോളം. കമന്റ് എൻട്രോപ്പി, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എൻട്രോപ്പി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? എവിടെ കമന്റ്? എൻട്രോപ്പി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇത് കമന്റ് ചെയ്യാതെ റാഫി ഒരു അടി മുന്നോട്ടാണ് പോകുന്നു വിചാരിക്കണ്ട. എൻട്രോപ്പി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? കമന്റ്. ഇൻക്രീസ്. ഒരടിയാ മുന്നോട്ട് പോകില്ല. 2 കമന്റ് കൂടി വരണം. എൻട്രോപ്പി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഡിസോർഡർ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഗ്യാസ് ആകും തോറും ഇൻക്രീസ്. അയന LS ഇൻക്രീസ്. പ്രജിത്ത് കുമാർ ഇൻക്രീസ്. എൻട്രോപ്പി is the degree of disorder randomness. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു +2 ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ കിട്ടാതെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എന്നെ പുറകുന്ന ഒരു കുട്ടി തോണ്ടെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് ഉത്തരം കിട്ടാൻ, എക്സാം ഹാളിൽ ആ പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ എന്താണ്? അവൻ പറഞ്ഞു 2 റുപ്യ ഉണ്ടോ? അന്ന് എൻ്റെ കയ്യിൽ 2 റുപ്യ ഉണ്ടായിരുന്നു. ഞാൻ അവൻ എറിഞ്ഞു കൊടുത്ത്, എഴുതിക്കോട്ടെ, വരച്ചോട്ടെ, ചിത്രം വരക്കാനായിരിക്കും. ക്ലാസ് കഴിഞ്ഞ് അവൻ്റെ അടുത്ത് ഞാൻ ചെന്ന സമയത്ത് അവൻ ആ 2 റുപ്യൻ്റെ മുഖത്ത് ഒറ്റേറായിരുന്നു. ഞാൻ എന്താണ് നീ കാണിക്കണം? നീ ചോദിച്ചല്ലേ ഞാൻ തന്നത്. അവൻ പറഞ്ഞു, ആരാനോട് 2 റുപ്യ ചോദിച്ച്? ഞാൻ എൻട്രോപ്പി എന്താന്നാ ചോദിച്ചത്. അന്നാണ് ഞാൻ എൻട്രോപ്പിയെ കുറിച്ച് ഞാൻ അറിയുന്നത്. പക്ഷെ എൻ്റെ മക്കൾ കമന്റ് കാണുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. അന്ന് രാത്രി ഞാൻ കുത്തിരുന്ന് എൻട്രോപ്പി പഠിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഫിസിക്സ് പരീക്ഷ, അന്ന് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. രാത്രി കുത്തിരുന്ന് ഞാൻ എൻട്രോപ്പിയാണ് പഠിച്ചു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു ചായയിൽ ഗ്ലാസ് കട്ടൻ ചായയും വെച്ചിട്ട് എൻ്റെ പുറത്തുനിന്ന് തൊട്ടിട്ട് ചോദിച്ചു, നാളത്തെ പരീക്ഷ ബുദ്ധിമുട്ടാണോ മോനെ? ഞാൻ പറഞ്ഞു, അതേ ബുദ്ധിമുട്ടാണ്, നാളെ ഫിസിക്സ് അല്ലേ, ഞാൻ പഠിക്കുന്ന എൻട്രോപ്പി അല്ലേ. പക്ഷെ അന്ന് ഞാൻ ചായ കുടിച്ച് എൻട്രോപ്പി രാത്രി പഠിച്ചെങ്കിൽ ഇന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ആ ചായയിലെ പഞ്ചസാരയും ആ ചായയിലെ പൊടിയും ഒന്നും വെറുതെ ആയിട്ടില്ല. അന്ന് ഞാൻ പഠിച്ച എൻ്റെ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻട്രോപ്പിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നും വെറുതെ കളയാനുള്ളതല്ല. അങ്ങോട്ട് പോകുന്ന എൻട്രോപ്പി കൂടി വരികയാണ്. എല്ലാവരും കമന്റ് ഇൻക്രീസ്. വെരി ഗുഡ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. എൻട്രോപ്പി is the degree of disorder randomness. അപ്പൊ എൻട്രോപ്പിന്റെ യൂണിറ്റ് നോക്കൂ മക്കള്. എൻട്രോപ്പിന്റെ യൂണിറ്റ് Q/T എന്നല്ലേ വന്നത്. അപ്പൊ Q/T എന്ന് പറയുമ്പോൾ ജൂൾ കെൽവിൻ റേസ് ടു -1. വേണമെങ്കിൽ മോൾ റേസ് ടു -1 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ കലോറി കെൽവിൻ റേസ് ടു -1, മോൾ റേസ് കലോറി കെൽവിൻ റേസ് ടു -1, മോൾ റേസ് ടു -1. സ്ലൈഡ് കിട്ടും. എല്ലാവരും നമ്മൾ വാട്സപ്പ് ചാറ്റിൽ വരണം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരണം. നിങ്ങൾക്ക് വേണ്ടി സ്ലൈഡ് റെഡിയാക്കുന്നു. സ്പെഷ്യൽ ക്വസ്റ്റ്യൻസും ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. നിർബന്ധമായിട്ട് വരണം. ഓക്കെ, ഇനി ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നമ്മൾ ടോട്ടൽ എൻട്രോപ്പിയാണ് മക്കളെ കൺസിഡർ ചെയ്യുന്നത്. ഡെൽറ്റ എസ് ടോട്ടൽ, ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. ആ ടോട്ടൽ, അതാണ് ഡെൽറ്റ എസ് ടോട്ടൽ, ഡെൽറ്റ എസ് യൂണിവേഴ്സ്. അത് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ പോസിറ്റീവ് ആണെങ്കിൽ ഇംപ്ലൈസ് ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. നമ്മൾ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടോ. എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോ. ലാസ്റ്റ് നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയും. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും. ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ വെറും മണിക്കൂറിനുള്ളിൽ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും. ഡെൽറ്റ എസ് ടോട്ടൽ നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണെങ്കിൽ ആ പ്രോസസ് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇക്വിലിബ്രിയം ആയിരിക്കും, ഇത് നമുക്കറിയാം. അപ്പൊ ഡെൽറ്റ എസ് ടോട്ടൽ പോസിറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ എസ് ടോട്ടൽ നെഗറ്റീവ് ആണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണ്. ടോട്ടൽ എൻട്രോപ്പിയാണ് ഒരു ഐസോലേറ്റഡ് അല്ലാത്ത സിസ്റ്റത്തിന്റെ കേസിൽ നാം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് കോൺസെപ്റ്റ്, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി.
Gibbs energy is the maximum amount of energy which converted into useful work. ഒന്നും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടില്ല, എല്ലാ ഭാഗവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷകളിൽ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ചില പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഹീറ്റ് കപ്പാസിറ്റി വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യും. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം നിങ്ങൾ അഡ്മിന്. ഓക്കെ, ഞാൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്തിരിക്കും. Gibbs energy is the maximum amount of energy which convert useful work. നമുക്ക് എൻതാൽപ്പിയും എൻട്രോപ്പിയും വെച്ചിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയാൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. പക്ഷെ രണ്ടും പോസിറ്റീവ് ആയാൽ എന്തായിരിക്കും? അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് ആവാം, നോൺ സ്പോണ്ടേനിയസ് ഒക്കെ ആവാം. അപ്പോൾ അത് പറയാനാണ് ഗിബ്സ് എനർജി ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ പഠിക്കാതെ എൻ്റെ മക്കള് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. ആ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ മക്കൾക്ക് കഴിയൂല മക്കളെ. ഞാൻ അങ്ങനെ നെട്ടിപ്പിക്കിട്ട് ഇടക്ക് അത് നിങ്ങൾ തിരിച്ചു ഞെട്ടിക്കൽ എന്നെ നെട്ടിപ്പിച്ചാൽ എൻ്റെ തീർന്ന മക്കളെ. എനിക്ക് എൻ്റെ മക്കളാണ് വലുത്, വേറെ ഒന്നുമില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. അത് ലൈവ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ഈ ഇക്വേഷൻ പഠിക്കാതെ മക്കൾ പോകണ്ട. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. പറ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. മക്കളെ, ഓൺലൈനിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണാതെ ഒരു ചെറിയ മൊബൈലിന്റെ മുമ്പിലോ ടാബിന്റെ മുമ്പിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് പകരം വെക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ മക്കളെ, പിടിച്ചോളി അത്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. പറ ഈ ഇക്വേഷൻ പഠിക്കാതെ പോവല്ലേ. ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. പറ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി സ്പോണ്ടേനിയസ് ആവാനുള്ള റീസൺ, ഈ ഗിബ്സ് എനർജി കുറഞ്ഞാൽ അതിനർത്ഥം പ്രോസസ് മുന്നോട്ട് നടക്കുന്നുണ്ട് എന്നാ. അപ്പൊ സ്പോണ്ടേനിയസ് ആണെന്ന് അതിനർത്ഥം. ഗിബ്സ് എനർജി കാ ഹുക്കം, ഗിബ്സ് എനർജി കാ ഹുക്കം. ഗിബ്സ് എനർജി കുറയാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ്. ഗിബ്സ് എനർജി കാ ഹുക്കം, ഗിബ്സ് എനർജി കാ ഹുക്കം. ഡെൽറ്റ ജി നെഗറ്റീവ്, ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി പോസിറ്റീവ്, ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. നോൺ സ്പോണ്ടേനിയ, ഞാൻ നോൺ സ്പോണ്ടാന്ന് അതോടെ എഴുതിയിട്ടുള്ളൂ, സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ ആ പ്രോസസ് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ദ ഗിബ്സ് എനർജി. സോ സ്പോണ്ടേനിയസ് ആവാനുള്ള കാരണം, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഗിബ്സ് എനർജിക്ക് സാധനം മാറി സ്പോണ്ടേനിറ്റി കാ ഹുക്കം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഒരു റിയാക്ഷന്റെ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ സിഗ്മ എ ഐ, ഗിബ്സ് എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ മൊത്തം ഗിബ്സ് എനർജി എന്ന് അവിടുത്തെ റിയാക്ടിന്റെ ഗിബ്സ് എനർജി നമ്മൾ മൈനസ് ചെയ്താൽ, ഗിബ്സ് എനർജി ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ചെയ്താൽ നമുക്ക് ആ റിയാക്ഷന്റെ എൻതാൽപ്പി കിട്ടും. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം. എന്റെ മക്കൾ, ഇപ്പൊ ലൈവില് കയറിയവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം വന്നവരോട് എനിക്ക് പറയാനുള്ളത്, റമ്പം ദൂരം പോയിട്ടാറുകൾ തിരുമ്പി വര മുടിയാത്. ലൈവ് കഴിഞ്ഞതുക്ക് പിന്നാടി താൻ പാക്കണം, തിരുമ്പി വര മുടിയാത്. റമ്പം ദൂരം പോയിട്ടാറുകൾ. ഓക്കെ ഓക്കെ എന്റെ മക്കൾ, ഇവിടെ നോക്കൂ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി. ഈ ഇക്വേഷനല്ലേ നമ്മളിപ്പം പഠിച്ചത്, ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻ നമ്മൾ സൈന് കൊടുക്കാൻ പോകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ. പിന്നെ കിട്ടിയില്ല തന്നില്ല, സാറ് അങ്ങനെ പറഞ്ഞില്ല, സാറെന്താ അത് അങ്ങനെ പറഞ്ഞ്, സാറെന്താ അത് അപ്പം അങ്ങനെ പറയാൻ നിൽക്കണ്ട. മനസ്സിലായ? അതുകൊണ്ട് ഇപ്പം തന്നെ ശ്രദ്ധിച്ചോ. ഒരു ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഈ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ നോക്കൂ, നെഗറ്റീവ് മൈനസ് പോസിറ്റീവ്. അപ്പം നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് കുറച്ചാൽ നെഗറ്റീവേ വരുള്ളൂ. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് അറ്റ് ഓൾ ടി. അപ്പൊ ആ പ്രോസസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടി. അറ്റ് ഓൾ ടി. ഇനി അതിന് നേരെ ഓപ്പോസിറ്റീവ് ആണെങ്കിലോ, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഇവൻ പോസിറ്റീവ്, മൈനസ് ഇവൻ നെഗറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവും തമ്മിൽ പോസിറ്റീവ് ആവും. അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. അപ്പൊ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആവും.
നേരത്തെ നമ്മൾ സ്പോണ്ടേനിറ്റിയുടെ ഹുക്കും പറഞ്ഞതല്ലേ. ഡെൽറ്റ ജി പോസിറ്റീവ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടി എല്ലാ ടെമ്പറേച്ചറും അത് നോൺ സ്പോണ്ടേനിയസ് ആവും. എന്നാൽ ഡെൽറ്റ എച്ചും പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ്, രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ എച്ചും പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ്. നോക്കൂ, ഇവനും പോസിറ്റീവ് ഇവനും പോസിറ്റീവ്. പോസിറ്റീവ് പോസിറ്റീവ് കുറച്ചാൽ സൈന് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. എപ്പോഴാ നെഗറ്റീവ് വരിക? ഈ വാല്യൂ കൂടിയാൽ. നെഗറ്റീവ് പോസിറ്റീവ് കുറക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ കൂടുതലാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. അപ്പോൾ രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നത് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ സ്പോണ്ട അറ്റ് ഹൈ ടി, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് അറ്റ് ഹൈ ടി. അപ്പൊ സ്പോണ്ട അറ്റ് ഹൈ ടി. രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആവുക. അറ്റ് ഡെൽറ്റ ജി പോസിറ്റീവ് ആകുന്നത് അറ്റ് ലോ ടി. അറ്റ് ലോ ടി. രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് അറ്റ് ലോ ടി, അഥവാ നോൺ സ്പോണ്ട അറ്റ് ലോ ടി. അപ്പൊ രണ്ടാളും പോസിറ്റീവ് സ്പോണ്ട അറ്റ് ഹൈ ടി. മറക്കണ്ട, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ടൂറൊക്കെ പോകുമ്പോൾ പാടാൻ പറ്റിയ പാട്ടത്. ഇനി രണ്ടാളും നെഗറ്റീവ് ആയാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ്, രണ്ടാളും നെഗറ്റീവ് ആയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നത് അറ്റ് ലോ ടി. സ്പോണ്ട അറ്റ് ലോ ടി. നോൺ സ്പോണ്ട അറ്റ് ഹൈ ടി. അപ്പൊ ഓർത്ത് വെച്ചോ, രണ്ടാളും പോസിറ്റീവ് ആയാൽ സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ്, സ്പോണ്ട അറ്റ് ലോ ടി. അപ്പൊ രണ്ടാളും പോസിറ്റീവ് ആയാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ഈ കോൺസെപ്റ്റ് അറിയാലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി, അത് ഇക്വേഷൻ വെച്ച് ഞാൻ പറഞ്ഞു തന്നു. എൻ്റെ മക്കൾ, സംഗീതം എന്ന് പറയുന്ന മഹാസാഗരത്തിൽ മുങ്ങി വെള്ളം കുടിച്ച് താഴ്ന്ന എൻ്റെ കുട്ടിക്കാലം ഓർമ്മയാവുകയാണ് എനിക്ക്. സംഗീതത്തിൽ എനിക്ക് എന്നും ആവേശവും എനിക്ക് വഴികാട്ടിയും എൻ്റെ സജിയേട്ടനാണ്. എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ രീതിയിലൂടെ ഞാൻ പാട്ട് പാടാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, പ്രമോയിൽ 150K ആളുകൾ കണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാ എൻ്റെ ചങ്കുകളായ കുറച്ച് പേർ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പാടുന്നത്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ്, സ്പോണ്ട അറ്റ് ലോ ടി. ക്വസ്റ്റ്യൻ വരും, ഗിബ്സ് എനർജി ആൻഡ് ഇക്വിലിബ്രിയം. അറ്റ് ഇക്വിലിബ്രിയം, ദാ നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവാണ്. At equilibrium, delta G equal to 0. So delta H minus T delta S is equal to 0. അപ്പോൾ delta H is equal to T delta S. അപ്പോൾ T equal to delta H by delta S. Very important equation. T equal to delta H by delta S. ഇത് equilibrium ആവുന്ന ടെമ്പറേച്ചറാ. T equal to delta H by delta S. Very important. T equal to delta H by delta S. നേരത്തെ നമ്മൾ പാടില്ലായിരുന്നോ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി.
ആ ഹൈ ടി എന്നോട് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ടെമ്പറേച്ചർ എന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു. സാറേ ഹൈ ടി എന്ന് പറയുമ്പം അത് എത്ര വരെ പോകണം എന്നൊരു കുട്ടി ചോദിച്ചു. ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് ഹൈ ടി എന്നോട് ഉദ്ദേശിക്കുന്നത് എബവ് ടി. ആ ടി ഏതാണ്? ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആ. മക്കളെ എൻ്റെ മക്കളെ ലൈവിൽ വേണട്ടോ. ലൈവ് കഴിഞ്ഞാലും അവിടെ റെക്കോർഡായി കിടക്കും. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഈ രൂപത്തിൽ 1.25 മണിക്കൂറിന്റെ ഉള്ളിൽ തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം, സന്ദർഭം, സാധ്യത കുറവാണ്. 6 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ചാപ്റ്റർ അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ലേ ഞാൻ പോയത്. SS-ലോ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എൻതാൽപി ഫോർമേഷൻ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എൻതാൽപി ഓഫ് കമ്പസിനെ കുറിച്ച് പറഞ്ഞില്ലേ? എക്സ്റ്റൻസീവ് ഇന്റൻസീവ് പറഞ്ഞില്ലേ? സ്റ്റേറ്റ് ഫംഗ്ഷൻ പാത്ത് ഫംഗ്ഷൻ പറഞ്ഞില്ലേ? ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ? ഫസ്റ്റ് ലോന്റെ ഡിഫറെന്റ് ഫോമുകൾ പറഞ്ഞില്ലേ? ഹീറ്റും വർക്കിന് സൈൻ കൺവേർഷൻ പറഞ്ഞില്ലേ? സ്പോണ്ടേനിറ്റി എന്താ പറഞ്ഞില്ലേ? സ്പോണ്ടേനിയസിന് ഡ്രൈവിംഗ് ഫോഴ്സ് പറഞ്ഞില്ലേ? ഡെൽറ്റ എച്ചും എങ്ങനെ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആവാന്ന് പറഞ്ഞില്ലേ? ഒരു പ്രോസസ് ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ T = ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. T = ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഹൈ ടി എന്ന് പറഞ്ഞാൽ എബവ് ടി. എബവ് ടി എന്ന് പറഞ്ഞാൽ എബവ് ടി. ടി ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ. ലോ ടി എന്ന് പറഞ്ഞാൽ ബിലോ ടി. ബിലോ ടി. ആ ടി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഹൈ ടി എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിന്റെ മുകൾക്ക് എന്നാണ്. ലോ ടി എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിന്റെ താഴോട്ട് എന്നാണ്. സൈന് നോക്കിയിട്ട് രണ്ടാളും പോസിറ്റീവ്. സ്പോണ്ടാറ്റ് ഹൈ ടി എന്നോട് ഉദ്ദേശിക്കുന്നത് ഈ ടെമ്പറേച്ചർ മുകൾക്കാണ് നമ്മൾ ഹൈ ടി നമ്മൾ പറയുന്നത്. അത് വെച്ച് ക്വസ്റ്റ്യൻ വരും. ജസ്റ്റ് ലുക്ക് ഹിയർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വാ, ക്വസ്റ്റ്യൻ കാണുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള പണ്ട് കാലത്ത് എനിക്കൊരു ആവേശമായിരുന്നു. ക്വസ്റ്റ്യൻ കാണുക പറഞ്ഞാൽ ഉത്തരം എഴുതുമ്പോഴായിരുന്നു എനിക്കൊരു ടെൻഷൻ. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ ആവരുത്. എൻ്റെ മക്കൾ ഞാനാവരുത്. ഫോർ ദ റിയാക്ഷൻ at 298 Kelvin 2A plus B gives C. Delta H 400 kilojoule. Yeah. Delta S 0.02 kilojoule. At what temperature? Makal. At what temperature will the reaction become spontaneous? Considering delta H and delta S to be constant over the temperature range. നമുക്കറിയാം ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ T equal to delta H by delta S equal to 400 divided by 0.02 equal to 2000 Kelvin. 2000 Kelvin. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ. ചോദിച്ചത് at what temperature will the reaction become spontaneous? At what temperature will the reaction become spontaneous? ഉത്തരം വളരെ കറക്റ്റ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. സ്പോണ്ടാ അറ്റ് ഹൈ ടി. അപ്പൊ ഹൈ ടി ആയതുകൊണ്ട് ഈ ടെമ്പറേച്ചർ മുകൾക്ക് എബവ് 2000 കെൽവിൻ. Above 2000 Kelvin, that process is spontaneous. Above 2000 Kelvin, that process is spontaneous. Spontaneous എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്തരം പ്രോസസ് ഇത്തരം ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യണം. രണ്ടാളും പോസിറ്റീവ്. സ്പോണ്ടാറ്റ് ഹൈ ടി. മനസ്സിലായോ മക്കളെ? I love students, but students love exam. ഓക്കെ, സൈന് മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, എല്ലാവരും ലൈവിൽ വാ. കഴിഞ്ഞ ക്ലാസ്സിലെ വിന്നറെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു. ഹീറ്റ് കപ്പാസിറ്റി ചില പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രശ്നമാക്കണ്ട. നമ്മൾ കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ ലൈവിൽ വരും, അല്ലെങ്കിൽ കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ ആപ്പിൽ ഡൗൺലോഡ് നമ്മൾ ചെയ്തിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ സ്ലൈഡുകൾ ഞാൻ തന്നിരിക്കും. ഓക്കെ, എക്സാമിന് വേണ്ടി തയ്യാറായിക്കോ. ധൈര്യമായിട്ട് പഠിച്ചോ. നിങ്ങളെ ടീച്ചേഴ്സ് തന്ന നോട്ട് വൃത്തിയിൽ പഠിച്ചോ. അവർ നിങ്ങൾക്ക് സമയം എടുത്തു തന്ന നോട്ടുണ്ട്, അത് പഠിച്ചോ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളെപ്പോഴും എക്സാമിന് ഇഷ്ടപ്പെടണം. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളെപ്പോഴും എക്സാമിന് ഇഷ്ടപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാലോ, ഞാൻ ഇസനിയാഷ് കഴിഞ്ഞ ക്ലാസ്സിലെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇടും. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്യും. പരീക്ഷ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഞാൻ ഇവിടെ ചെയ്യും. സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഡിസോർഡർ, എൻട്രോപ്പി. ഇപ്പോൾ വെള്ളം വേപ്പറാവുമ്പോൾ എൻട്രോപ്പി കൂടുന്നു, വെള്ളം ഐസാവുമ്പോൾ എൻട്രോപ്പി കുറയുന്നു.
ഇങ്ങനെ ഓരോ പ്രോസസ്സിന് എൻട്രോപ്പി ചേഞ്ചിന്റെ സൈന് ചോദിക്കും, സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് കൂടി ഞാൻ ഈ വിന്നറെ സെലക്ട് ചെയ്തതിനു ശേഷം പറയും. അതിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആക്കി നിങ്ങളുടെ മുമ്പിലിടും. നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അതെ മോഡ്. ഓക്കെ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? സിലറിന്ന് പ്രിപ്പറേഷൻ അല്ലേ? ഓക്കെ ഇതല്ലേ ഇതല്ലേ? ഓക്കെ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഓക്കെ വിന്നറെ സെലക്ട് ചെയ്യാണ്. ആൻസർ അറിയാം? ഓക്കെ മക്കളെ, എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് അല്ലേ? എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ റാൻഡംനെസ് ആണ്. വെള്ളം വേപ്പർ ആവുമ്പോൾ എൻട്രോപ്പി കൂടും, വെള്ളം ഐസ് ആവുമ്പോൾ എൻട്രോപ്പി കുറയും. സോഡിയം ക്ലോറൈഡ് നമ്മൾ പ്രമോ ചെയ്തപ്പോഴേ നമ്മൾ തെർമോഡൈനാമിക്സ് ഫ്രൈ ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ ഫ്രൈയിൽ ഞാൻ രതീഷെ കുറച്ച് ഉപ്പിടിട്ട, രതീഷെ നന്നായിട്ട് എൻട്രോപ്പി ഇട്ട് ഇളക്കിട്ട, ആ ഉപ്പിടുമ്പോ അവിടെ ആ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന സമയത്ത് അവിടെ ആ ഉപ്പ് അയോണുകളായി മാറുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ആണ്. എൻട്രോപ്പി എന്താണ്? ഇൻക്രീസ്. അപ്പൊ NaCl ഡിസോൾവ് ചെയ്യുന്ന എൻട്രോപ്പിയുടെ സൈന് പോസിറ്റീവ് ആണ്. വെള്ളം വേപ്പർ ആവുമ്പോൾ എൻട്രോപ്പി ചേഞ്ചിന്റെ എൻട്രോപ്പി ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. വെള്ളം ഐസ് ആവുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ്. കെമിക്കൽ റിയാക്ഷനിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിക്കൊക്കെ മാറിയാൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ്. അറിയാലോ? നമ്മതാ വിന്നറെ നോക്കുന്നു. നിങ്ങളിത് കാണുക. അസുലഭമായ മുഹൂർത്തത്തിന് എന്റെ കൈവിരലുകൾ സാക്ഷിയാവുകയാണ്. നമ്മളെ ലൈവിൽ സജീവമായിട്ടുണ്ടാവുന്ന മക്കൾ ആ ലൈവിൽ ആൻസർ ചെയ്യുകയും വിന്നറെ നമ്മൾ കണ്ടെത്തുകയും അവരുടെ അടുത്തോട്ട് നമ്മൾ ഗിഫ്റ്റുകൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വളരെ വലിയൊരു പ്രോസസ്സ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ദാ വിന്നറെ സെലക്ട് ചെയ്യുന്നു. 3, 2, 1. യെസ് കണ്ടിന്യൂ. യെസ് വിന്നർ കിട്ടി. കംപ്ലീറ്റ് ലോഡഡ്. പിക്ക് എ വിന്നർ. ദാ 3, 2, 1. യെസ് ദ കറക്റ്റ് ആൻസർ ടോർക്ക്. വൗ 1000 അഭിമാനത്തിന്റെ വാടാമലരുകൾ കോരിച്ചൊരിയുന്ന ഒരു സന്ദർഭം. നിങ്ങൾ ഇത് കാണുക. വൈ ദിസ് മാൻ? യെസ് ഇതല്ലേ? മുഹമ്മദ് റിഷാൻ ആൻസർ ടോർക്ക് കറക്റ്റ് ആൻസർ ആണ്. മുഹമ്മദ് റിഷാന് നമ്മുടെ സമ്മാനം എത്തിയിരിക്കും. മുഹമ്മദ് റിഷാനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എയ്ഗൺ എന്ന് പറയുന്ന ടീച്ചേഴ്സിന്റെ വലിയൊരു ഒരു ഭാഗം, എയ്ഗണും അതേപോലെ അതിന്റെ പിന്നിലുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ വിങ്ങും അതിന്റെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വളരെ വലിയ അഭിമാനം, വളരെ വലിയ സന്തോഷം, വളരെ വലിയ ആവേശത്തോട് നിറഞ്ഞ ഒരു കയ്യടി ഞങ്ങൾ മുഹമ്മദ് റിഷാന് വേണ്ടി നൽകുകയാണ്. എന്റെ മക്കളും അടുത്ത ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് അടുത്ത ലൈവിൽ നിങ്ങൾ സമ്മാനം നേടുക. ഓക്കെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എല്ലാവരും സജയിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ആ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ തരുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. എന്തായാലും ക്ലാസ് നമ്മൾ കഴിയാണ്. എൻ്റെ മക്കൾ എല്ലാവരും സജീവമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇങ്ങോട്ട് നോക്കൂ. H2 എന്ന് പറയുന്ന സാധനം 2H എന്നായാൽ ബോണ്ട് ഫോം ചെയ്തോ ബ്രേക്ക് ചെയ്തോ? ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡിസോർഡർ കൂടി അല്ലേ? അതേപോലെ കാർബൺ എന്ന് പറയുന്ന സാധനം സോളിഡ് ആണ്. അത് ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസുമായി കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം ഗ്യാസായി. എല്ലാവരും ഗ്യാസ് ആവുമ്പോൾ ആ പ്രോസസ്സിന്റെ ഡിസോർഡർ കൂടി. അപ്പോൾ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അതേപോലെ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ അത് അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അക്വസ്റ്റേറ്റിക് അയോണുകളായി മാറും. ഞാൻ അക്വസ് ഒന്നും എഴുതിയിട്ടില്ല. എനിവേ ഡിസോർഡർ ചേഞ്ച് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പോൾ പിന്നെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആവുന്ന കേസ് എന്തൊക്കെയാണ്? ഡെൽറ്റ എസ് നെഗറ്റീവ് ആവുന്ന കേസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കൂ. H2O ലിക്വിഡ്, H2O സോളിഡ് ആയി. മക്കൾ നോക്കൂ, H2O ലിക്വിഡ്, H2O സോളിഡ് ആയി. അപ്പൊ ഡിസോർഡർ കുറഞ്ഞു. ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പ്രോസസ്സിൽ. നിങ്ങൾ ക്ലാസ് വിട്ടാൽ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ്, ഡിസോർഡർ കൂടാണ്. ക്ലാസ് അകത്തേക്ക് ബെല്ലടിച്ചാൽ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. നിങ്ങൾ റോട്ടുമിലെത്തിയാൽ
ഡെൽറ്റ എസ് പോസിറ്റീവ് ആവരുത്, റോട്ടുമിൽ ഒതുങ്ങി നടക്കണം, അവിടെ നെഗറ്റീവ് ആയിക്കോട്ടെ. നിങ്ങൾ ഒരാളൊരു കല്യാണം കഴിച്ചാൽ വേണ്ട, കല്യാണം കഴിക്കുമ്പോൾ ഡിസോർഡർ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതിനിവിടെ നമുക്ക് ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അറിയാതെ ചോദിച്ചു പോയതാണ്, കഷ്ടം ഓർമ്മിപ്പിക്കൽ. ഓക്കെ, H2O ലിക്വിഡ് H2O സോളിഡ് ആവുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. കളിയാക്കണ്ടട്ടാ, വേണ്ടട്ടാ. എങ്കിൽ എൻ്റെ ചോദ്യം, ഇവിടെ നിങ്ങൾ ഒരു പാത്രത്തിൽ കോഴിമുട്ട ഒരു പാത്രത്തിൽ ഞാൻ ബോയിൽ ചെയ്യുന്നൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. മൈ ക്വസ്റ്റ്യൻ, വെൻ ആൻ എഗ് ഈസ് ബോയിൽഡ്, ഒരു കോഴിമുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ സൈൻ ഓഫ് എൻട്രോപ്പി ചേഞ്ച്? വാട്ട് ഈസ് ദ സൈൻ ഓഫ് എൻട്രോപ്പി? എന്ത് ഡിസോർഡർ ചേഞ്ച് ആണ് ഒരു കോഴിമുട്ട പുഴുങ്ങുമ്പോൾ ഉണ്ടാവുക എന്ന് അതറിയണമെങ്കിൽ എൻ്റെ മക്കൾ നന്നായിട്ട് ആലോചിക്കുക തന്നെ വേണം. എൻതാൽപ്പി ചേഞ്ച് അവിടെ നെഗറ്റീവ് ആണ്. എൻതാൽപ്പി ചേഞ്ച് അവിടെ എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ഞാൻ നേരത്തെ എഴുതിയിരുന്നു ഡെൽറ്റ എച്ച് പോസിറ്റീവ്, കാരണം ടെമ്പറേച്ചർ സ്വീകരിക്കുക, എൻഡോതെർമിക് ആണ്. എന്നാൽ ഡെൽറ്റ എസ് കോഴിമുട്ട പുഴുങ്ങുമ്പോൾ ഡെൽറ്റ എസിന്റെ സൈൻ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഡെൽറ്റ എസിന്റെ സൈൻ എന്താണ്? ഡെൽറ്റ എസ്, വാട്ട് ഈസ് എൻട്രോപ്പി ചേഞ്ച് വെൻ ആൻ എഗ് ഈസ് ബോയിൽഡ്? ഒരു കോഴിമുട്ട പുഴുങ്ങുന്ന സമയത്ത് എൻട്രോപ്പി ചേഞ്ച് എന്ത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. നിങ്ങൾ കണ്ടുപിടിക്കണം. കോൺസെപ്റ്റ് ആലോചിക്കുക. കോഴിമുട്ട പുഴുങ്ങുമ്പോൾ അത് ഇങ്ങനെ ഡിസോർഡർ കൂടാണോ കുറയാണെന്ന് ആലോചിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്യണം. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ ആലോചിക്കുന്ന കോൺസെപ്റ്റ് ആയിരിക്കൂല ആൻസർ. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് തന്നെ ചെയ്യണം. അതിൽ ബയോളജിക്കൽ കോൺസെപ്റ്റ് ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യണം. നിങ്ങൾ നമ്മുടെ സമ്മാനത്തിന് ഓരോരുത്തരും അർഹരാവണം. സജീവമായിട്ട് നമ്മൾ ലൈവിൽ വേണം. അവസാനമായിട്ട് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ Aegon's ലൈവ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ കമന്റുകൾ നിങ്ങൾ കറക്റ്റ് ആൻസറുകൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് അതിന് താഴെ പിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഒരുപാട് സ്കൂളിലെ കുട്ടികൾ നമ്മുടെ ലൈവിൽ വരുന്ന എണ്ണല്ല, ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ വാട്സപ്പ് ലൈവ് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഓഫ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അതിൽ സജീവമായ രീതിയിൽ നമ്മൾ കുട്ടികൾ ഇടപെടുന്നുണ്ട്. ഒരു വളരെ വലിയൊരു സ്വപ്നം, വളരെ വലിയൊരു വിജയത്തിലോട്ട് നമ്മൾ Aegon മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈവിൽ എൻ്റെ കൂടെ നിന്ന വിദ്യാർത്ഥികൾ, അവർക്ക് സപ്പോർട്ട് ചെയ്ത അധ്യാപകർ, അവർക്ക് ഈ നമ്മുടെ ഈ ലൈവ്, നമ്മുടെ പ്രൊമോ എല്ലാം ഷെയർ ചെയ്ത എല്ലാ ആളുകൾക്കും വളരെ വലിയ അഭിനന്ദനങ്ങൾ Aegon ടീം നൽകുകയാണ്. അതോടൊപ്പം രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ നിങ്ങൾ ഇത്തരം ലൈവ് പ്രോഗ്രാമുകളിൽ സജീവമായി പങ്കെടുപ്പിക്കുന്ന രീതിയിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ രൂപത്തിൽ അവർക്ക് കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്ന സ്കൂളുകളിൽ നിന്ന് വളരെ ചാൻസ് കുറവാണ്. അവരെ കുറേ സമയം എടുത്തിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ നന്നായി പഠിക്കണം. അതോടൊപ്പം ഇത്തരം ഷോർട്ട് ടൈം കോഴ്സുകളിലൂടെ ജോയിൻ ചെയ്യണം. എങ്കിൽ എക്സാമിന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കോൺസെപ്റ്റുകൾ വേഗം മനസ്സിലാകും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊരു വളരെ വലിയ സത്യമാണ്, ഇത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈവുകളിൽ നമ്മളെ കുട്ടികളെ നിങ്ങൾ വളരെ സജീവമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പങ്കെടുപ്പിക്കണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ നൽകണം. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യണം. നമ്മൾ ക്ലാസ് ഇതാ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇന്ന് ലൈവിൽ ഉണ്ടാവുകയും ഇത് ഷെയർ ചെയ്യുകയും ഇതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വളരെ വലിയ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് നമ്മളിവിടെ ലൈവ് ക്ലോസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീ യു. നമുക്ക് വീണ്ടും കാണാം. ബൈ.